ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. വാഗീശാദ്യാ സുമനസഃ സർവാർത്ഥാനാമുപക്രമേ യം നത്വാ കൃതകൃത്യാസ്യോ തം നമാമി ഗജാനനം. സുരാസുരാസേവിതപാദപങ്കജ കരേ വിരാജത് കമനീയ പുസ്തക വിരിഞ്ച പത്നി കമലാസനസ്ഥിത സരസ്വതീ നൃത്യതു വാചി മേ സദാ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഭൂതൈർമഹദ്ഭിര്യ ഇമാ പുരോ വിഭോ നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവൻ പചാംസി മേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ സന്യാസി ശ്രേഷ്ഠന്മാർക്കും സന്യാസിനിമാർക്കും മറ്റെല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ സാദര പ്രണാമം. എല്ലാവരെയും അനുഗ്രഹം ഉണ്ടാവണം എന്ന് ഞാൻ ആദ്യം അപേക്ഷിക്കുകയാണ്. ഭാഗവതത്തിലെ അഷ്ടമസ്കന്ധത്തിലെ 8, 9, 10, 11, 4 അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്ന പാലാഴി മഥന കഥാഭാഗമാണ് നമുക്കിന്ന് അനുസ്മരിക്കാനുള്ളത്. ഈ ഭാഗവതത്തിൻ്റെ പ്രത്യേകത എന്താ എല്ലാവർക്കും അറിയാം, എന്നാലും പറയാണ്. ഈ ഭാഗവതം ഈ ലോകത്തിലെ എല്ലാവർക്കും സന്തോഷ സമാധാനവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവണമെങ്കിൽ, ജീവിത സാഫല്യവും ഉണ്ടാവണമെങ്കിൽ ഭാഗവത കഥ ശ്രവിക്കണം, വായിക്കണം, പഠിക്കണം. സ്വാദു സ്വാദു പദേ പദേ സ്വാദു സ്വാദു ദിനേ ദിനേ എന്നാണ്. എത്ര തന്നെ കേട്ടാലും പഴകിയതായിട്ട് തോന്നില്ല, ഒക്കെ പുത്തനായിട്ട് നൂതന യസീന്ന് ഒക്കെ പുതിയതായിട്ട് തോന്നുകയാണ് ഭഗവത് കഥകൾ. അത്ര മഹത്വമുള്ളതാണ് ഭാഗവതം കഥ. അസാരേ സംസാരേ വിഷയകുല സുഖ സംഗാകുലദിയ ക്ഷണാർത്ഥം ക്ഷേമാർത്ഥം പിബത ശുഗഗാധാതുലസുധാം. കിമർത്ഥം വ്യർത്ഥം ഭോ വ്രജത കുപതേ കുൽസിത കഥേ പരീക്ഷി സാക്ഷീയത് ശ്രവണഗതമുക്തിയുക്തി കഥനേ. ഈ സംസാരം എന്ന് പറയുന്നത് ക്ലേശഭൂയിഷ്ഠമായിട്ടുള്ളതാണ്. ഈ ക്ലേശങ്ങളൊക്കെ ഉണ്ടാവുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ടാണ്. അപ്പോൾ സാരശൂന്യമായിട്ടുള്ള എന്താ പറയുക, നമുക്ക് ഒരു മനസ്സുഖം നൽകാത്തതായിരിക്കുന്ന സാരശൂന്യമായിട്ടുള്ള ഈ സംസാരത്തിൽ വിഷയ തൃഷ്ണകളാകുന്ന ആ വിഷം നമ്മുടെ ഓരോ ഇതിനെയും ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന അതിനെ ഇല്ലാതാക്കാനായിട്ട്, അത് നമ്മുടെ ബുദ്ധിയൊക്കെ മലിനമായത് ആ മാലിന്യതൊക്കെ ഇല്ലാതാക്കാനായിട്ട് ഭഗവത് കഥ പാനം ചെയ്യൂ. ഈ ഭഗവത് കഥ, ഈ ഭാഗവതം കഥ ശുഗമുനി പാടിയ അമൃത തുല്യമായിരിക്കുന്ന ഗാഥയാണ്, ഗാനമാണ്. അത് അമൃതിനെ പോലെ നല്ല അമൃത് തന്നെയാണ്. അമൃത് നിഷ്യന്തികളായിരിക്കുന്ന വചനങ്ങളാണ് ശുഗബ്രഹ്മർഷി ഭാഗവത്തിൽ പറഞ്ഞു തന്നിരിക്കുന്നത്.
നിസ്സാരമായിരിക്കുന്ന ഈ കുൽസിത കഥകൾക്ക് ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നത് വ്യർത്ഥാണ്. കേൾക്കാനൊക്കെ ആദ്യമൊക്കെ നല്ല രസമുണ്ടാവും, പക്ഷേ അതൊക്കെ എന്താ പറയുക, നമ്മളെ എന്താ പറയുക, അബദ്ധത്തിലേക്ക് കൊണ്ട് നയിക്കുന്നതാണ്. അതുകൊണ്ട് അതിലേക്കൊന്നും പോകരുത് നമ്മളാരും. ഈ ഭാഗവത കഥ ശ്രവണപുടങ്ങളിലൂടെ ഇങ്ങനെ വീണ്ടും വീണ്ടും പാനം ചെയ്യൂ എന്ന് പറയണം. ഈ ഭാഗവതം കഥ കേട്ടിട്ട് ആ ഭാഗവതം സുധാ ആസ്വദിച്ചിട്ട് മുക്തി നേടാൻ സാധിക്കുമെന്നത് തീർച്ചയാണ്. അതിന് അനുഭവസ്ഥനാണ് പരീക്ഷിത്ത് മഹാരാജാവ്. അപ്പോൾ നമുക്കെല്ലാവർക്കും ആ ഭാഗവതം വായിക്കാം, പഠിക്കണം, ആ കഥകൾ ശ്രവിക്കണം. എത്ര കേട്ടാലും പുതിയതായി തോന്നുന്ന ആ കഥകൾ. ഈ അമൃതമഥനം, പാലാഴി മഥനം എന്ന കഥ, അതിന് ഓരോ സ്കന്ധത്തിനും 3-ാമത്തെ സ്കന്ധം തൊട്ട് 10 ലക്ഷണങ്ങളുണ്ട്. ആ ലക്ഷണങ്ങളിൽ മന്വന്തര വർണ്ണനമാണ് അഷ്ടമസ്കന്ധത്തിന്റെ ലക്ഷണം. ഈ അഷ്ടമസ്കന്ധത്തിന്റെ ലക്ഷണത്തിലെ മന്വന്തരത്തിന് സദ്ധർമ്മ നിരൂപണം എന്നൊരു പേരും കൂടിയുണ്ട്. മനുഷ്യ മനസ്സിലുള്ള സകല ദുർവാസനകളെയും ഇല്ലാതാക്കിയിട്ട് സച്ചിന്തകളും സദ്ധർമ്മങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ പ്രചോദനം നൽകുന്ന കഥകളാണ് ഈ ഭഗവത് കഥകളാണ്. ഭഗവത് ഭക്തന്മാരെ അനുഗ്രഹിക്കുന്ന കഥകളാണ് ഇതിലുള്ളത് എന്നതുകൊണ്ട് ഈ മന്വന്തരത്തിന് സദ്ധർമ്മ നിരൂപണം എന്നൊരു പേരും കൂടിയുണ്ട്. അപ്പോൾ ഈ കഥകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. കഥ എങ്ങനെയാണെന്ന് വെച്ചാൽ കേൾക്കാൻ നല്ല ഇമ്പുണ്ടാവും, കേട്ടുകഴിഞ്ഞാലോ മനസ്സിന് ഒരു ആനന്ദമാണ് കഥകൾക്കുള്ള പ്രത്യേകത. അപ്പൊ ആനന്ദമാണ്. ഈ ആനന്ദത്തിൽ നിന്ന് നമുക്കൊരു ഉൾവികാസം ഉണ്ടാവും, മനസ്സിനൊരു വികാസം. ഉൾവികാസത്തിൽ നിന്ന് അറിയാതെ നമ്മൾക്ക് സത്യധർമാദികളുടെ ശ്രദ്ധ ഏറി വരും. ആ സത്യധർമാദികളുടെ ശ്രദ്ധ ഏറി വന്നാലോ അറിയാതെ നമുക്ക് ഇനി എല്ലാം ഭഗവാനാണ്, ഭഗവാൻ ഉണ്ടല്ലോ നമുക്ക്, പിന്നെ എന്തിനാ പേടിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാവും, ഒരു സാഹസികത ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നുഴഞ്ഞു കയറിയിട്ട് നമ്മളെ പരിപൂർണരാക്കാനുള്ള ഒരു നിസ്തുല ശക്തിയും പ്രഭാവവും ഉണ്ട് ഭഗവത് കഥകൾക്ക്. അപ്പൊ ആ ഭഗവത് കഥകളിൽ ഈ പാലാഴി മഥനത്തില് കുറേ ഭാഗം, പാലാഴി മഥന തുടക്കം എന്താ ഉണ്ടായതെന്നൊക്കെ അറിയാലോ. ഈ ലോകത്തില് എല്ലാ ജനങ്ങളിലും എല്ലാ ജീവികളിലും ഉണ്ട് നല്ലതും ചീത്തയും, പുണ്യവും പാപവും, അതുകൊണ്ടുണ്ടാവുന്ന ഗുണദോഷങ്ങളും. ഈ ദോഷങ്ങളും പുണ്യവും പാപവും ഒക്കെ എല്ലാവരിലും ഉള്ളതാണ്. അതിൻ്റെ ഫലവും ഓരോരുത്തരും അനുഭവിക്കും. ഇതൊരു വ്യക്തിക്കുണ്ടായാലോ വ്യക്തിക്കും ഇതുപോലെ ഗുണദോഷങ്ങളുണ്ട്. ആ ധാർഷ്ട്യം അല്ലെങ്കിൽ അഹംഭാവം അല്ലെങ്കിൽ നിസ്സാരത, അശ്രദ്ധ, ഇതൊക്കെ കൊണ്ട് ചിലപ്പോൾ ഒരു വംശത്തെ മുഴുവൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തെ മുഴുവൻ നശിപ്പിക്കാനുള്ള കഴിവുണ്ടാവും ഈ ദുർവാസന കൊണ്ട്, ദുഷ്ബുദ്ധി കൊണ്ട് എന്നർത്ഥം. അങ്ങനെ ഇന്ദ്രന്റെ ഒരു അശ്രദ്ധ കൊണ്ട്, ഇന്ദ്രന്റെ ഒരു ധാർഷ്ട്യം കൊണ്ടാണ് ഈ ദുർവാസാവിന്റെ ശാപം ഏൽക്കേണ്ടി വന്നത്. അപ്പൊ ആ ദുർവാസാവ് ജംഭാരോ ജരസാതുരേ ഖലു പുര ശാപേന ദുർവാസസ തശാന്തൈ മധിദാസുരാസുരഗണയ ദുഗ്ധാംബുധി. അപ്പൊ ഈ ദേവന്മാരും അസുരന്മാരും പൊതുവെ പണ്ട് മുതലേ വൈരികളാണ്. ഈ മാല കിട്ടിയത് ദുർവാസാവ് ഇദ്ദേഹത്തിന് കൊടുത്തു. ദേവേന്ദ്രൻ അതിനെ അശ്രദ്ധയിട്ട് ആനയുടെ ഒക്കെ നമ്മൾ ശ്രവിച്ചതാണ്. ആനയുടെ കൊമ്പിലിട്ട് ആന അത് ശ്രദ്ധയില്ലാതെ അതിൻ്റെ ആ വണ്ടുകൾ വന്ന് ആ മാലയിൽ വന്ന് ശബ്ദം ഉണ്ടാക്കിയപ്പോൾ ശബ്ദം സഹിക്കുക വയ്യാതെ ആ മാല ചവിട്ടി കളഞ്ഞതാണ്. ആനയ്ക്ക് നമ്മളെപ്പോലുള്ള ബുദ്ധിയൊന്നുമില്ലല്ലോ. അപ്പോൾ ആന അങ്ങനെ ചെയ്തു. ഇതറിഞ്ഞ ദുർവാസാവ് ശപിച്ചതാണ്, നിങ്ങളുടെ സകല ഐശ്വര്യവും പോട്ടെ, ജരാനര വന്നു പോട്ടെ. അവര് ത്രിദശന്മാരാണല്ലോ, അത് നമ്മൾ ഇന്നലെ കേട്ടതാണ്. അവർക്ക് 3 ദശയേ ഉള്ളൂ, അതുകൊണ്ട് വാർദ്ധക്യം അവർക്കില്ല. അപ്പൊ ജരാനര വന്ന് പോട്ടെ എന്ന് ദുർവാസാവ് ശപിച്ചു. അപ്പൊ ദേവന്മാർക്കൊക്കെ വിഷമായി. അവർക്ക് എപ്പോഴും ആശ്രയിക്കാനുള്ളത് ഭഗവാനെയാണ്. ഈ ഭഗവാൻ എവിടെയാണ്? ഇപ്പൊ 5-ാമത്തെ മന്വന്തരത്തില്, രൈവത മന്വന്തരത്തില് വിഭു എന്ന ഇതില് വൈകുണ്ഠ എന്ന പത്നിയിലാണ് വൈകുണ്ഠൻ എന്ന പേരിൽ ഭഗവാൻ അവതരിച്ചത്. അത് അന്ന് ആ പത്നിയുടെ അഭീഷ്ടപ്രകാരമാണ് അത്രേ വൈകുണ്ഠം നിർമ്മിച്ചത്. അപ്പൊ 6-ാമത്തെ മനുവായിട്ടുള്ള ചാക്ഷുഷ മന്വന്തരത്തിലാണ് ഈ കഥകളൊക്കെ നടക്കുന്നത്. അപ്പൊ പാലാഴിയിലാണ് അനന്തശായിയായിട്ട് ഭഗവാൻ കിടക്കുന്നത്. അപ്പൊ തനിക്ക് ആധാരമായിരിക്കുന്ന ആ പാലാഴി തന്നെ കടയാനാണ് ദേവാസുരന്മാരോട് ഭഗവാൻ നിർദ്ദേശിച്ചത്. അപ്പൊ ഭഗവാൻ എന്തു പറഞ്ഞോ അത് അനുസരിക്കലാണ് ദേവന്മാർക്ക്. എന്തു വന്നാലും ദേവന്മാർ ആശ്രയിക്കുക ഭഗവാനെയാണ്. അങ്ങനെ ഒരു പാലാഴി കടയാൻ തുടങ്ങി. ഈ പാലാഴി മഥനം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്ക് നമ്മുടെ മനോമഥനം തന്നെയാണ്. പാലാഴിയിൽ ധാരാളം നല്ല വസ്തുക്കളുണ്ട്, ചീത്ത വസ്തുക്കളുണ്ട്. അതുപോലെ നമ്മുടെ മനസ്സിലുണ്ട് ദുർവാസനകളും സദ്വാസനകളും.
നന്മ തിന്മ, സത്യം അസത്യം, ധർമ്മം അധർമ്മം മുതലായതിനെയൊക്കെ ആ തിന്മകളെ അങ്ങോട്ട് മാറ്റി നന്മയെ കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിന് ഈ മഥനം എന്ന് പറയുന്നത്. അപ്പോൾ തിന്മയെ മാറ്റി നന്മയെ കൊണ്ടുവരാനും, അസത്യത്തെ മാറ്റി സത്യത്തെ കൊണ്ടുവരാനും, അധർമ്മത്തെ മാറ്റി ധർമ്മത്തെ കൊണ്ടുവരാനുമുള്ള നമ്മുടെ മനസ്സിൻ്റെ ഒരു പിടിവലിയാണ് മഥനം എന്ന് പറയുന്നത്. അപ്പോൾ പാലാഴി മഥനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനോമഥനം തന്നെയാണ്. അപ്പോൾ പാലാഴി കടഞ്ഞു ദേവൻ അസുരന്മാരെ കൂട്ടുപിടിക്കാൻ പറഞ്ഞു. അതൊക്കെ കെട്ട് ദേവാസുരന്മാർ തമ്മിൽ പാലാഴി കടഞ്ഞു. ആ പാലാഴി കടഞ്ഞു ഇരിക്കുമ്പോഴാണ് ആദ്യം വിഷം വന്നതും ഭഗവാൻ അത് പാനം ചെയ്തും. അതുവരെ നമ്മൾ ഇന്നലെ ശ്രവിച്ചതാണ്. അപ്പോൾ അതിന് ശേഷമുള്ള കഥാവംശമാണ് നമുക്ക് സ്മരിക്കാനുള്ളത്. പീതേഗരേ വൃഷാംഗേണ പ്രീതാസ്തേ മരദാനവാഹ മമന്ദു തരസാ സിന്ധും സഹവിർധാനീ തതോഭവത്. ദേവാസുരന്മാരെ നല്ല ഉത്സാഹത്തോടെ ഈ ഭഗവാൻ പാനം ചെയ്തപ്പോൾ ഇനി അപകടമൊന്നും ഉണ്ടാവില്ല എന്നുള്ള സന്തോഷത്തോടെ വർദ്ധിച്ച ഉത്സാഹത്തോടെ പാലാഴി കടയാൻ തുടങ്ങി ദേവാസുരന്മാർ. അപ്പോൾ അതിൽ നിന്ന് ഹവിർധാനി കാമധേനുവാണ് പൊന്തി വന്നത്. ഈ കാമധേനുവിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഭക്തന്മാരെന്താവശ്യപ്പെട്ടാലും കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിന്ന് പൊന്തി വന്ന ഓരോ വസ്തുക്കളെ ഓരോരുത്തർ സ്വീകരിക്കുകയാണ്. ഈ കാമധേനുവിൻ്റെ പ്രത്യേകത എന്താണ്? ഈ അഗ്നിഹോത്ര ആദി കർമ്മങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പാല്, നെയ്യ് മുതലായൊക്കെ നൽകാൻ, അതിനൊക്കെ ആസ്പദമായിരിക്കുന്ന, അതിനൊക്കെ നൽകാൻ കഴിവുള്ളവളായിരിക്കുന്ന ആ കാമധേനുവിനെ ബ്രഹ്മപദലോക പ്രാപ്തിക്കാൻ ആവശ്യമായ യജ്ഞകർമാനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്ന, ആ മന്ത്രങ്ങളൊക്കെ ജപിച്ച് വേദമന്ത്രങ്ങളൊക്കെ ഉച്ചരിക്കുന്ന ഋഷിമാരാണ് ആ കാമധേനുവിനെ സ്വീകരിച്ചത്. പിന്നീടും ആ ദേവാസുരന്മാരിങ്ങനെ മഥനം ചെയ്യാൻ തുടങ്ങി. ആ മഥനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ ചന്ദ്രന്റെ പ്രഭയെ വെല്ലുന്ന നല്ല പ്രകാശത്തോടു കൂടിയ ഒരു ഉച്ചൈശ്രവസ് എന്നൊരു കുതിരയാണ് പുറപ്പെട്ടത്. അപ്പൊ ഇന്ദ്രൻ ആ കുതിരയോടൊരു ആഗ്രഹം തോന്നി. അപ്പൊ ഭഗവാൻ പറഞ്ഞു വേണ്ട. അങ്ങനെ ആ ഉച്ചൈശ്രവസ് എന്ന കുതിരയെ മഹാബലിയാണ് സ്വീകരിച്ചത്. പിന്നീട് കൈലാസപർവ്വതത്തിന്റെ മഹിമയെ അപഹരിച്ചു കൊണ്ടുവരുന്നുവോ എന്ന് തോന്നുമാറ് ശോഭിക്കുന്ന അതിശുഭ്ര നിറത്തിലുള്ള 4 കൊമ്പുള്ള ഐരാവതം എന്നൊരു ഗജശ്രേഷ്ഠനാണ് പിന്നീട് ആ പാലാഴിയിൽ നിന്ന് ഉദ്ഭവിച്ചത്. അപ്പൊ ഭഗവാന്റെ അഭിപ്രായം അനുസരിച്ച്, ഭഗവാന്റെ ഹിതമനുസരിച്ച് ദേവേന്ദ്രൻ ആ ഐരാവതത്തെ സ്വീകരിച്ചു. പിന്നീട് കൗസ്തുഭാക്യമഭൂത് രത്നം പത്മരാഗോ മഹോദധേഹേ തസ്മിൻ ഹരിസ്പൃഹാം ചക്രേ വക്ഷോലങ്കരണേ മണൗ. പിന്നീട് ആ സമുദ്രത്തിൽ നിന്ന്, പാലാഴിയിൽ നിന്ന് കൗസ്തുഭം എന്നും പേരുള്ള പത്മരാഗ രത്നമാണ് ഉണ്ടായത്. അപ്പോൾ അത് മാറിടത്തിന് അലങ്കാരം ആകാൻ നല്ലതാണെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ മഹാവിഷ്ണു അതിനെ തൻ്റെ കണ്ഠാഭരണമായിട്ട് ആ കൗസ്തുഭരത്നത്തെ സ്വീകരിച്ചു. ഇതിന്ന് വരുന്നതൊക്കെ നല്ല വെളുത്ത നിറത്തിലുള്ളതാണ്. അപ്പം കൗസ്തുഭരത്നം നല്ല വെളുത്ത നിറത്തിലുള്ളതാണ്. അതിനെ ഭഗവാൻ കണ്ഠാഭരണമാക്കി എന്നാണ് പറയണത്. പിന്നീട് മഥനം ചെയ്തപ്പോൾ അതിന് പാരിജാതം എന്ന വൃക്ഷം ഉണ്ടായത്. ഈ പാരിജാതവും ഈ കാമധേനുവിനെ പോലെയാണ്. എന്താവശ്യപ്പെട്ടാലും നൽകാൻ കഴിവുള്ളതാണ് പാരിജാതം. അതിനെ ദേവന്മാർ സ്വീകരിച്ചു. ഭഗവാൻ എപ്രകാരമാണ് ഭക്തർക്ക് എല്ലാ അഭീഷ്ടങ്ങളും നൽകുന്നത്, അതുപോലെ ഭക്തന്മാർക്ക് എല്ലാ അഭീഷ്ടങ്ങളും നൽകുന്ന ഒരു വൃക്ഷമാണ് പാരിജാത വൃക്ഷം. അത് ദേവന്മാർ നൽകി. പിന്നീട് നല്ല വിലാസഗതി, ലീലാവിലാസങ്ങൾ, മന്ദഹാസങ്ങൾ, ഇങ്ങനെയുള്ള ആരെയും മോഹിപ്പിക്കുന്ന അതിസുന്ദരികളും നല്ല വസ്ത്രം ധരിച്ചവരും ധാരാളം ആഭരണങ്ങൾ അണിഞ്ഞവരുമായ അപ്സര സ്ത്രീകളാണ് ഉണ്ടായത്. അവർക്ക് ദേവന്മാരെ രമിപ്പിക്കാൻ അവർക്ക് നല്ല കൗതുകമുള്ളതാണ്. അതുകൊണ്ട് അവർ ദേവലോകത്തേക്ക് പോയി. പിന്നീട് തതശ്ചാവിരഭൂ സാക്ഷാത് ശ്രീരമാ ഭഗവത്പരാ രഞ്ജയന്തി ദിശകാന്ത്യ വിദ്യോ സൗദാമിനി യഥാ. പിന്നീട് ആ പാലാഴി കടഞ്ഞപ്പോൾ രത്നങ്ങൾ കൊണ്ട് ശോഭിക്കുന്ന സുധാമാവ് എന്നൊരു പർവ്വതത്തിന്റെ മുകളിൽ, അതിന്റെ മുകളിൽ ശോഭിക്കുന്ന ഇടിമിന്നലെന്ന പോലെ തന്റെ കാന്തി കൊണ്ട് ദിക്കുകളെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നവളും ഭഗവാനിൽ താല്പര്യമുള്ളവളും ഭഗവാനെ ആനന്ദിപ്പിക്കാൻ സമർത്ഥയുമായിരിക്കുന്ന സാക്ഷാൽ ശ്രീദേവിയാണ് പിന്നീട് ആ സമുദ്രത്തിൽ നിന്ന് ഉദ്ഭവിച്ചത്.
അപ്പോൾ ആ ശ്രീദേവിയുടെ ശരീരകാന്തി, സൗന്ദര്യം, പ്രായവിശേഷം, മനോഹാരിത, മധുരമായ ഭാവം ഇതൊക്കെ കണ്ടപ്പോൾ ദേവന്മാരും അസുരന്മാരും മനുഷ്യരുമൊക്കെ ആ ദേവിയിൽ മോഹാവേശിതരായി എന്നാണ് പറയുന്നത്. അവർക്കൊക്കെ മോഹമായി, ആഗ്രഹമായി ആ ദേവിയിൽ എന്നാണ്. ദേവിയാകട്ടെ അവരൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് ദേവേന്ദ്രോ മണിപീഠികാം യദാരേത്, ദേവേന്ദ്രൻ ദേവിക്ക് ഇരിക്കാനായിട്ട് ഒരു രത്ന പീഠം അങ്ങോട്ട് നൽകി. അപ്പോൾ അത് കണ്ടപ്പോൾ ആ ദേവിയോടുള്ള ബഹുമാനം, ഭക്തി സൂചകമായിട്ട് ഓരോരുത്തരും ഓരോന്ന് സമർപ്പിക്കാൻ തുടങ്ങി. ശ്രേഷ്ഠകളായിട്ടുള്ള നദികള്, സ്വർണ്ണക്കുടങ്ങളില് നല്ല ശുദ്ധജലം ദേവിക്കായിട്ട് സമർപ്പിച്ചു. പിന്നീട് ഈ ഔഷധികൾ, അഭിഷേകത്തിന് വേണ്ടതായിട്ടുള്ള സകല ഔഷധികളും ഭൂമിദേവി സമർപ്പിച്ചു. വസന്ത ഋതു ദേവിക്ക് പുഷ്പങ്ങൾ സമർപ്പിച്ചു എന്നാണ് പറയണത്. അങ്ങനെ ആ ദേവി ഇങ്ങനെ ഇരിക്കുമ്പോ അഭിഷേക ജലാനുപാതിമുഗ്ധ, അപ്പൊ അഭിഷേകം ചെയ്യാനായിട്ട്, ആ ദേവിയെ അഭിഷേകം ചെയ്യാനായിട്ട് എല്ലാ ആൾക്കാരും തയ്യാറായി എന്നാണ്. അഭിഷേക ജലാനുമുഗ്ധ ൂഷിതംഗവല്ലി മണികുണ്ടല പീതചേലഹാര പ്രമുഖൈസ്താം അമരാതയോ അന്വഭൂഷൺ. ബ്രാഹ്മണ ദ്വിജന്മാര് സൂക്തവാക്യങ്ങൾ ഉച്ചരിക്കാൻ തുടങ്ങി. അപ്പൊ ആ സമയത്ത് ദിഗ്ഗജങ്ങള് പൂർണ്ണ കുംഭം കൊണ്ടുവന്ന് ദേവിയെ അഭിഷേകം ചെയ്തു. അങ്ങനെ ദേവിയെ അഭിഷേകം ചെയ്തതിന് ശേഷം ദേവിക്ക് ധരിക്കാനായിട്ടുള്ള പട്ടുവസ്ത്രങ്ങള് സമുദ്രം കൊണ്ടുവന്ന് കൊടുത്തു എന്നാണ് പറയണത്. അങ്ങനെ സമുദ്രദേവത പട്ടുവസ്ത്രങ്ങൾ കൊടുത്തുകൊണ്ടപ്പോൾ വരുണദേവൻ വൈജയന്തി എന്നൊരു മാല സമർപ്പിച്ചു ദേവിക്ക്. അപ്പൊ എല്ലാവരും, ദേവന്മാരെല്ലാവരും ഓരോരുത്തർ രത്ന ആഭരണങ്ങള്, മറ്റേ ദേവി സരസ്വതി ദേവി മുത്തുമാല, നാഗങ്ങള്, കുണ്ടലങ്ങള്, ഇങ്ങനെ ഓരോന്നും ദേവിക്ക് എന്തൊക്കെ ഭൂഷണങ്ങൾ വേണോ അതൊക്കെ ഓരോരുത്തരോട് സമർപ്പിച്ചു. ദേവിയുടെ മനസ്സിൽ വേറെ ചിന്തയായിരുന്നു. വരണസ്രജമാതഭൃംഗനാദാം ദദതീസാ കുജകുംഭമന്ധയാന. എന്താ ദേവിയുടെ മനസ്സില് ഒരു സങ്കല്പം ഉണ്ടായിരുന്നു. തനിക്ക് അനുരൂപനായിട്ടുള്ള ഒരു വരനെ വേണം. ആരായിരിക്കണം തൻ്റെ വരൻ? സർവഗുണങ്ങളും തികഞ്ഞവൻ, സർവലക്ഷണങ്ങളും തികഞ്ഞവൻ, ദോഷരഹിതൻ, പിന്നെയോ നാശരഹിതൻ. അങ്ങനെയുള്ള ആയിരിക്കണം തൻ്റെ ഭർത്തൃസ്ഥാനം അലങ്കരിക്കേണ്ടവൻ എന്നായിരുന്നു ദേവിയുടെ സങ്കല്പം. അങ്ങനെ ദേവി ഇങ്ങനെ ഓരോരുത്തരെയും നോക്കി, ആരെയാണ് താൻ ഭർത്താവായിട്ട് സ്വീകരിക്കേണ്ടത്? ഗന്ധർവന്മാർ, സിദ്ധന്മാർ, ചാരണന്മാർ, കിന്നരന്മാർ, ഓരോരുത്തരും ഇങ്ങനെ നോക്കിയപ്പോ അവർക്കൊക്കെ ഗുണമുണ്ട്, ദോഷമുണ്ട്. പിന്നെയും നോക്കി, നാളീകാസന പാകശാസന മഹേശാദീൻ വിലോക്യാമരാൻ ഈഷദ്ദോഷയുധൻ പ്രഗൽഭ്യരമയാ. അപ്പൊ ലക്ഷ്മിദേവി നോക്കി, ഇന്ദ്രനെ നോക്കി, ബ്രഹ്മാവിനെ നോക്കി, ശിവനെ നോക്കി, എല്ലാവരും ഇങ്ങനെ നോക്കിയപ്പോ അവർക്കൊക്കെ ഓരോ ദോഷം കാണണം. എന്താണ് ദേവി കണ്ട ദോഷങ്ങൾ ഓരോന്ന് പറയാണ്. നൂനം തപോയസ്യ നമന്യു നിർജയ. ഒരാൾക്ക് നല്ല തപസ്സുണ്ട്, തപസ് നന്നായിട്ടുണ്ട്, പക്ഷേ അയാൾക്ക് മഞ്ഞു, കോപത്തെ നിയന്ത്രിക്കാനുള്ള കഴിവില്ല. ദുർവാസാവിനെ പോലെ കോപം വന്നാല് അതുവരെ ചെയ്ത തപസ്സൊക്കെ നശിച്ചു പോകും. ശാപാണ് കോപം വന്നാൽ ഉണ്ടാവുക. അപ്പൊ ഒരാൾക്ക് ദുർവാസാവിനെ പോലെ കോപാണ്, തപസ്സൊക്കെ ഉണ്ട് എന്നൊക്കെ ശരി തന്നെയാണ്, പക്ഷെ ആൾക്ക് കോപത്തെ നിയന്ത്രിക്കാൻ സാധിക്കില്ല. അപ്പൊ ആള് പറ്റില്ല. പിന്നൊരാളെ നോക്കിയപ്പോ എന്താണ്? ജ്ഞാനം ക്വചിത്തസ്യ ന സംഗവർജിതഃ. ഒരാൾക്ക് നല്ല ജ്ഞാനുണ്ട്, പക്ഷേ ആൾക്ക് വിഷയവൈരാഗ്യമില്ല. ശുക്രൻ, ബൃഹസ്പതി എന്നിവരെ പോലെ എന്നാണ് പറയുന്നത്. അപ്പൊ വിഷയവൈരാഗ്യം ഇല്ല, അതുകൊണ്ട് ജ്ഞാനം ഉണ്ടായിട്ടും കാര്യമില്ല. പിന്നൊരാൾ നോക്കി, കശ്ചിത് മഹാൻ, നല്ലൊരു മഹാനായിട്ടൊരാളിരിക്കുന്നുണ്ട്, പക്ഷേ അങ്ങോർക്കോ കാമ നിർജയ, കാമത്തെ, ഇന്ദ്രിയങ്ങളെ ജയിക്കാനുള്ള കഴിവില്ല ഒരാൾക്ക്. ഇങ്ങനെ ദോഷങ്ങൾ അദ്ദേഹം എടുത്തു പറയാണ് ദേവി. പിന്നെ ഒരാൾക്ക് നല്ല ധർമ്മബുദ്ധിയുണ്ട്, പക്ഷേ ഭൂതതയില്ല. പരശുരാമനെ പോലെ എന്നാണ് പറയുന്നത്. നല്ല ധർമ്മബുദ്ധിയുണ്ട്, പക്ഷേ അവർക്ക് ഭൂതതയില്ല ചില ആൾക്കാർക്ക്. വേറെ ചില ആൾക്കാർക്കാകട്ടെ നല്ല എല്ലാ കാഴ്ചയ്ക്കൊക്കെ നല്ല സുന്ദരനാണ്, പക്ഷേ അയാൾക്ക്
മുക്തിക്ക് കാരണമില്ല. ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അയാൾക്ക് മുക്തിക്ക് അധികാരമില്ല, മുക്തിക്ക് കാരണമല്ല. കാരണം ശിവ ചക്രവർത്തി നല്ല ത്യാഗസമ്പന്നനാണ്. പക്ഷെ ആ സമ്പന്നത മുക്തിക്ക് കാരണമാവില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഓരോരുത്തരെ പോലെ എന്ന് പറഞ്ഞ് കാണുകയാണ് ഓരോ ദേവന്മാരെയും. ഇപ്പൊ പിന്നെങ്ങനെ നോക്കിയപ്പോ പിന്നെ എന്താ ഉണ്ടാവണത്? ഒരാൾക്ക് കൊതിച്ചിരായു എന്നാ ദീർഘായുസുള്ള ആളാണോ? അപ്പൊ നോക്കിയപ്പോ ശീലമംഗളം, അയാൾക്ക് സദ്ഗുണങ്ങളില്ല. എന്നുവെച്ചാല് നമ്മൾ വിചാരിക്കുന്ന സാധാരണ സ്ത്രീകൾ വിചാരിക്കുന്ന ഗുണമില്ല. അതാ മാർക്കണ്ഡേയൻ മുതലായിട്ടുള്ള ആൾക്കാർ. മാർക്കണ്ഡേയനൊക്കെ നല്ല തപോനിഷ്ഠയുണ്ട്, ചിരായുസുണ്ട്, ദീർഘായുസാണല്ലോ. എന്നും 16 വയസ്സാണല്ലോ മാർക്കണ്ഡേയന്. പക്ഷെ അദ്ദേഹത്തിന് ഈ വികാരങ്ങളൊന്നും ഇല്ല, എപ്പോഴും ഇന്ദ്രിയജയം കൊണ്ടു നടക്കുന്ന ആളാണ്. അപ്പൊ അങ്ങനെ ഒരാളുണ്ടായിട്ടും കാര്യമില്ല. അങ്ങനെ അതുപോലെ ഒരാൾ ഇവിടെ ഉണ്ട്, ആളെ ഉണ്ടായിട്ട് കാര്യമില്ല. പിന്നെയോ കൊചിത്തപ അപ്യസ്തി വേദ്യമായുഷ, ചിലവർക്ക് ഇതൊക്കെ ഉണ്ട്, ഈ ഇന്ദ്രിയങ്ങളോടുള്ള താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷെ അയാൾക്ക് ദീർഘായുസില്ല. ഇങ്ങനെ ചിലർക്ക് ഇത് രണ്ടും ഉണ്ടെങ്കിലും മഹാദേവൻ ശിവൻ സ്ത്രീകളെ രമിപ്പിക്കാൻ വളരെ കഴിവുള്ളവനാണ്, ദീർഘായുസുണ്ട്. പക്ഷേ ശ്മശാനവാസിയോ, അതുകൊണ്ട് വാസസ്ഥലം മംഗളകരമല്ല. ഇങ്ങനെ നോക്കുമ്പോ ഓരോ ആൾക്കാരിലും ഓരോരോ ദോഷം കാണുകയാണ് ദേവി. എന്നാലോ കശ്ചിത് ഒരാള് ഈ ശീലമംഗളനായിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ട് അവിടെ അങ്ങനെ. പക്ഷേ ആ ആളാകട്ടെ നമാം ഈക്ഷതേ, എന്നെ നോക്കണ പോലും ഇല്ല. അങ്ങനെ ഒരാള് ആരാണ്? സർവഗുണ സമ്പന്നനും ജ്ഞാനാദി ഗുണങ്ങളും തികഞ്ഞവനും ആരെയും ആശ്രയിക്കാതെ ആത്മാരാമനായിട്ട് സാന്ദ്രാനന്ദ സ്വരൂപനായിട്ട് ഇരിക്കുന്നവനും, എന്നാൽ തന്നെ ആശ്രയിക്കുന്നവരെ കൈവിടാതെ ആ ആൾക്കാർക്ക് വേണ്ട ആ എന്താണ് നിരതിശയമായ ആ പരമാനന്ദത്തെ, മുക്തിയെ കൊടുക്കാൻ കഴിവുള്ളവനും, അണിമ മഹിമ മുതലായിട്ടുള്ള ഐശ്വര്യങ്ങളൊക്കെ ഭഗവാനെ പിരിയാതെ കൂടെ നിൽക്കുകയാണ്. അപ്പൊ അവരെയും വിടണില്ല. ഇങ്ങനെയൊക്കെ എല്ലാ സദ്ഗുണങ്ങളും തികഞ്ഞ ഒരാള് മഹാവിഷ്ണു അവിടെ ഇരിക്കുന്നുണ്ട്, പക്ഷെ എന്നെ നോക്കണില്ല. എന്താ അതിന്റെ അർത്ഥം? ഈ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തില് ആർക്കും ശ്രദ്ധ വേണ്ട, നോട്ടം വേണ്ട എന്നാണ് പറയണത്. ആർക്കാണോ ഐശ്വര്യത്തില് ശ്രദ്ധയും നോട്ടവും അതൊക്കെ ഉണ്ടാകുന്നത് അവരെ ലക്ഷ്മിദേവി തിരിഞ്ഞു നോക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ലക്ഷ്മിദേവിയെ നോക്കാത്ത ഒരാളുടെ അടുത്തേക്ക് അപ്പൊ ദേവിയുടെ മനസ്സ് പോണത് എന്നർത്ഥം. അപ്പോൾ ഈ ഭരണമാലയും പിടിച്ചിങ്ങനെ നടക്കുകയാണ്, ആരെയാണ് മാറിലിടേണ്ടതെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ മഹാവിഷ്ണുവിനെ കണ്ടത്. അപ്പൊ അവിടെ ചെന്നിട്ട് ലജ്ജാ നമ്രമുഖാബ്ജയ വരണമാല എത്ര സംയോജിത തം വിഷ്ണോ തവ നോമ്യനർഗളമഹസ്തോമം ഗളം മംഗളം. മംഗളകരമായിരിക്കുന്ന ആ മഹാവിഷ്ണുവിന്റെ കഴുത്തിലാണ് ദേവി മാല സമർപ്പിച്ചത്. അപ്പൊ എന്താ അങ്ങനെ സമർപ്പിക്കാൻ കാരണം? ഈ അഷ്ടൈശ്വര്യാദികളൊക്കെ ഭഗവാന്റെ കൂടെ ഭഗവാൻ ഉപേക്ഷിക്കാതെ കൂടെ നിർത്തിയിട്ടല്ലോ. അപ്പൊ തന്നെയും ഭഗവാൻ ഉപേക്ഷിക്കാതെ കൂടെ നിർത്തും. അതുകൊണ്ട് ഈ പുരുഷോത്തമന്റെ അടുത്ത് ആ സന്നിധിയാണ് എനിക്ക് ആശ്രയം എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടിയാണ് അവിടെ ചെന്ന് മാലയിട്ടത്. ഭഗവാനാകട്ടെ ആ ദേവിയെ ജഗത് പിതാവാണ്, പ്രപഞ്ചമാതാവാണ് ലക്ഷ്മി ദേവി. അങ്ങനെ ത്രിലോകമാതാവായിരിക്കുന്ന ലക്ഷ്മി ദേവി പ്രപഞ്ചപിതാവായിരിക്കുന്ന ഭഗവാന്റെ കഴുത്തില് മാല ചാർത്തിയപ്പോൾ ഭഗവാൻ ആ ദേവിക്ക് ഇരിക്കാൻ തന്നെ മാറിടമാണ് കൊടുത്തത്. എന്താണ് ഈ മാറിടം കൊടുത്തത്? അവിടെ എല്ലാവർക്കും കാണാവുന്ന ഭാഗമാണ്. ദേവിക്ക് എന്താ പ്രത്യേകത? എല്ലാവർക്കും സമ്പത്തും ഐശ്വര്യം പ്രദാനം ചെയ്യുന്നവളാണ് ലക്ഷ്മി ദേവി. അതുകൊണ്ട് താൻ സൃഷ്ടിച്ച തൻ്റെതായ ലോകത്തില് താൻ ഉണ്ടാക്കിയ എല്ലാ ആൾക്കാർക്കും ഐശ്വര്യവും സമ്പത്തും ഈ ലക്ഷ്മി ദേവി കൊടുത്തുകൊള്ളുമെന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടിയാണ് അത്രേ മാറിടത്തിൽ ദേവിക്ക് വാസസ്ഥാനം നൽകിയത്. അപ്പൊ ഉത്തമ സ്ത്രീകള് പതിവ്രതകള് ഭർത്തൃഹിതം അനുഷ്ഠിക്കണം എന്നല്ലേ ദേവി അത് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദേവി എവിടെയാണ് ഇരിക്കുക? നാരായണത്തിൽ പറയണു ലക്ഷ്മീ സ്ഥാവകരമണീയഹൃദൈവേയം പരേഷു അസ്ഥിരേതി അസ്മിൻ അന്യദഭിപ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപതേ യേ ത്വധ്യാന ഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താ ജനാഃ തേഷ്വേഷാ വസതി സ്ഥിരൈവ. അപ്പൊ എന്താ ലക്ഷ്മി അസ്ഥിരയാണ് എന്നൊരു പേരുണ്ട്. അപ്പൊ നാരായണ പടത്തിലൂടെ പറയാണ് അതിനൊരു കാരണം ഞാൻ പറയാം. വക്ഷ്യാമി,
ഞാൻ പറയാം. എന്താ? ഏതൊരുവരാണോ ധ്യാന ഗുണാനു കീർത്തന രസാസക്ത, ഭഗവാന്റെ കഥകള്, ഗുണഗണങ്ങള്, ലീലാവതാര കഥകൾ ഇങ്ങനെ പാടിപ്പാടി രസിക്കുന്നത്, അവരിലാണ് സ്ഥിരൈവ വസതി, സ്ഥിരമായിട്ട് കുടികൊള്ളുകയെന്ന്. എന്തുകൊണ്ടാണെന്നറിയോ? ദൈത പ്രസ്താവദത്താദര, തൻ്റെ സർവസ്വമായിരിക്കുന്ന ആ ദൈതന്റെ ഭർത്താവിൻ്റെ പദങ്ങൾ, വാക്കുകൾ ഇങ്ങനെ ഉച്ചരിക്കുന്നത് കേൾക്കാനുള്ള ഇഷ്ടം കൊണ്ടാണ് ആ ഭക്തന്മാരുടെ ഇടയിൽ ഭഗവാൻ ദേവി വസിക്കുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? ഈ ഭക്തന്മാർക്ക് ഒന്നിലും താല്പര്യം ഉണ്ടാവില്ല, നിഷ്കാമ ഭക്തന്മാര്. അപ്പൊ നിഷ്കാമ ഭക്തന്മാർക്ക് ഒന്നിലും താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഭക്തന്മാരുടെ അടുത്ത് എപ്പോഴും ഐശ്വര്യം കുടികൊള്ളുന്ന. അപ്പൊ നമ്മൾ വിചാരിക്കണ ധനം ഒന്നും ആവില്ല ചിലപ്പോൾ ഐശ്വര്യം എന്ന് പറയണത്. അപ്പൊ ഭൂതി എന്ന് പറയുന്നത് ഭഗവാന്റെ പ്രത്യേക കടാക്ഷം, അനുഗ്രഹമൊക്കെയാണ്. അതിപ്പോ സമ്പത്തായിട്ടുള്ള രൂപത്തിൽ വന്നോളന്നില്ല എന്നർത്ഥം. അങ്ങനെ ആ ദേവി അങ്ങനെ ഭഗവാനെ വരിച്ചപ്പോ ബ്രഹ്മാദി ദേവന്മാർക്കൊക്കെ സന്തോഷമായി. അവരെല്ലാവരും സ്തുതിക്കാൻ തുടങ്ങി, പുഷ്പവൃഷ്ടി നടത്തി. അങ്ങനെ ആ ദേവിയെ നമുക്ക് മനസ്സിലാക്കി തരാണ്. ദേവിയെ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കി തരാണ് നമ്മുടെ ഉള്ളിലുള്ള ആ കന്മഷത്തെ മുഴുവൻ നീക്കി ഭഗവത് ഭക്തി നിറച്ച് ഭഗവാനെ ആര് ഭജിക്കുന്നുവോ അവിടെ ഞാൻ ഉണ്ടാകുമെന്ന് ലക്ഷ്മീ ദേവിയെ കൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരികയാണ് എന്ന് പറയണം. അപ്പോൾ ആ ലക്ഷ്മീ ദേവിയുടെ കഥ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ആ പാലാഴി കടഞ്ഞപ്പോൾ വാരുണീ നിരാഗാത്, വാരുണി എന്ന് പറഞ്ഞ മദ്യത്തിന്റെ അധിഷ്ഠാന ദേവതയാണ് പിന്നീട് പൊന്തി വന്നത് എന്നാണ്. അപ്പം ഈ മദ്യം എന്ന് പറഞ്ഞാൽ അത് പൊതുവെ ദേവന്മാർക്കൊന്നും താല്പര്യമില്ല. ഭഗവാന്റെ ഇഷ്ടപ്രകാരം അത് അസുരന്മാരാണ് സ്വീകരിച്ചത്. ഈ മദ്യം സേവിക്കുന്നവരൊക്കെ അസുര സ്വഭാവമുള്ളവരാവുന്നാണ് പറയുന്നത്. അപ്പോൾ അസുരാംശമുള്ള ആ മദ്യം കഴിയുന്നതും ഒഴിവാക്കണം എന്നാണ് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ ലക്ഷ്മീ ദേവിയുടെ കടാക്ഷം സിദ്ധിച്ചപ്പോ ദേവന്മാർക്കൊക്കെ ഒരു ഉണർവും ഉഷാറൊക്കെ വന്നു. എന്താ അങ്ങനെ വരാൻ കാരണം? ആ ലക്ഷ്മീ ദേവിയുടെ കടാക്ഷം കിട്ടിയത് കൊണ്ട് എന്താ പറയുക, പൂർവാധികം അവർക്ക് ശക്തി ഉണ്ടായി, ഐശ്വര്യം ഉണ്ടായി. എന്നാൽ അഭക്തരായിരിക്കുന്ന ആ സുരന്മാർക്ക് അതൊന്നും ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ വാരുണി ദേവി വന്നതിന് ശേഷം പിന്നീട് അദോധദേർമധ്യമാനാത് കാശ്യപൈരമൃതാർത്ഥിഭിഃ ഉതതിഷ്ഠത് മഹാരാജ പുരുഷ പരമാദ്ഭുതഃ. പിന്നീട് പാലാഴി ഇങ്ങനെ കടഞ്ഞു കഴിഞ്ഞപ്പോ അതിൽ നിന്ന് ഒരു പരമാദ്ഭുത പുരുഷ, അദ്ഭുതാകൃതിയുടെ ഒരു പുരുഷൻ അതിൽ നിന്ന് പൊന്തി വന്നു എന്നാണ് പറയുന്നത്. ആരാണ് ഈ അദ്ഭുതാകൃതിയുള്ള പുരുഷൻ? ശംഖം ചക്രം ജളൂകാം ദദമൃതഘടം ചാപിതോർപ്പിച്ച ദുർഭി സൂക്ഷ്മസ്വച്ഛാദിഹൃദ്യാംശുകപരിവിലസത് മൗലിമംഭോജനേത്രം കാളാംബോധോജ്വലാഭം കടിതടവിലസച്ചാരു പീതാംബരാഢ്യം. എങ്ങനെയായിരുന്നു ആ രൂപം? നല്ല പീതാംബരപ്പട്ടൊക്കെ ധരിച്ച് അതിമനോഹരമായിട്ടുള്ള കിരീടങ്ങള്, പല തോൾവള മുതലായിട്ടുള്ള ആഭരണങ്ങള്, മാത്രമല്ല ചതുർബാഹുക്കള്. ആ നിറമാകട്ടെ കാളാംബോധം, കാർമേഘ കാന്തിയാണ്. കാർമേഘത്തിന്റെ നിറത്തോടു കൂടിയ ശരീരകാന്തിയോട് കൂടിയവനും കണ്ടൊക്കെ ഇങ്ങനെ ചുവപ്പ് നിറന്നാ പറയണം. ചുവപ്പ് നിറത്തുള്ള കണ്ണുകളായിരുന്നു. അതാണ് അത്ഭുതം എന്ന് പറയാനുള്ള കാരണം. അങ്ങനെ ആ 4 കൈകളിലും ശംഖ്, ചക്രം, പിന്നെ അമൃതകുംഭം, ജളൂക, അട്ട, ഇങ്ങനെ 4 അലങ്കാരങ്ങളോട് കൂടിയിട്ട് ചതുർബാഹുവായിരിക്കുന്ന ഒരു മൂർത്തിയാണ് ആ സമുദ്രമഥനത്തിൽ നിന്ന് പൊന്തി വന്നത്. ആരാണ് ആ ഭഗവാൻ? ധന്വന്തരി ദിഖ്യാത ആയുർവേദ ദിഗിജ്യഭാഗ്. ധന്വന്തരി എന്ന് പ്രസിദ്ധനായിട്ട് ആയുർവേദത്തെ പ്രചരിപ്പിച്ച ആ ധന്വന്തരി മൂർത്തി എന്ന ഭഗവാന്റെ അംശാവതാരമാണ് ആ ഉത്തമനായിട്ടുള്ള അത്ഭുതാകാരനായിട്ടുള്ള പുരുഷൻ എന്നർത്ഥം. അപ്പോൾ ധന്വന്തരി മൂർത്തിയുടെ പ്രത്യേകത എന്താ? ആ ധന്വന്തരി മൂർത്തി വല്ലാതിന്നു നമുക്ക് വന്നു പിടിപെട്ടുള്ളൊരു രോഗങ്ങൾ ഇന്നെല്ലാം മാറ്റുവതിന് വൈദ്യനിപുണന്മാരും ഇപ്പാരിതിൽ ഇല്ലെന്നോർക്ക സരോചലോചന ഹരേ കൃഷ്ണ.
എല്ലാവരുടെയും രോഗങ്ങൾ മാറ്റാനുള്ള ഔഷധമാണ് ആ ഭഗവാൻ കൊണ്ടുവന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, നമുക്ക് വന്ന് പിടിപെട്ടുള്ള രോഗങ്ങളൊക്കെ മാറ്റാൻ ഈ ധന്വന്തരി മൂർത്തി അല്ലാതെ മറ്റാരുമില്ല എന്നാണ് പറയുന്നത്. വാതരോഗം മാറാൻ വേണ്ടിയിട്ട് നാരായണ ഭട്ടതിരിപ്പാട് ഗുരുവായൂരിൽ നിന്ന് നാരായണീയം രചിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ വാതരോഗം മാറിയെന്ന് കേട്ടിട്ടുണ്ട്. ഈ ധന്വന്തരി മൂർത്തിയുടെ 50 ശ്ലോകങ്ങൾ രചിച്ചിട്ട് രോഗം മാറി. നമ്മുടെ മച്ചാട്ട് ഇളയത് എന്ന് പറഞ്ഞാൽ ഇത് പണ്ഡിതനായിട്ടുള്ള പണ്ഡിതരത്നമായിരിക്കുന്ന ഒരാൾ, അദ്ദേഹം രചിച്ച ഒരു സ്തോത്രരത്നമാണ് ഈ സ്തോത്ര പഞ്ചാശിക എന്ന്. അതിൽ ഈ ധന്വന്തരി മൂർത്തി സ്തുതിക്കുന്ന 50 ശ്ലോകങ്ങളാണുള്ളത്. ആ ധന്വന്തരി മൂർത്തി സർവ്വരോഗ സംഹാരകനാണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ ഭജിച്ചാൽ രോഗങ്ങളൊക്കെ മാറുന്ന നമ്മുടെ നാടിൻ്റെ അടുത്തുള്ള നെല്ലുവായിൽ ആ ധന്വന്തരി മൂർത്തിയുടെ പ്രതിഷ്ഠയുണ്ട് എന്നാണ് പറയുന്നത്. പ്രതിഷ്ഠയുണ്ട്, എല്ലാവരും പോയി തൊഴാറുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള ആ ധന്വന്തരി മൂർത്തി അവതരിച്ചപ്പോ ഈ ദേവാസുരന്മാരിങ്ങനെ നോക്കി നിൽക്കുകയാണ്, ഈ അമൃതപ്പുഴ വരിക എന്ന് വിചാരിച്ചിട്ട്. ആ അമൃത് വന്നപ്പോ അസുരന്മാരെന്തു ചെയ്തു? ഭഗവാന്റെ കയ്യിൽ നിന്ന് ആ അമൃത് ബലാത്കാരം തട്ടിയെടുത്തു, അതങ്ങോട്ട് കൊണ്ടുപോയി. ഇപ്പോഴോ ദേവന്മാർക്ക് ആകെ വിഷമായി. എന്താ ഇനിയിപ്പോ ചെയ്യുക? ഈ അമൃത് കിട്ടിയിട്ട് ഭക്ഷിച്ചിട്ട് വേണം ജരാനരകളൊക്കെ നീങ്ങി ഐശ്വര്യപൂർണരാവാൻ എന്നായിരുന്നു ദേവന്മാരുടെ ഇത്. അത് നടന്നില്ല. അപ്പൊ എന്താ ചെയ്യുക? അവരൊക്കെ വിഷണ്ണരായി ഭഗ്നാശരായി. അവരെന്ത് ചെയ്തോ? ഭഗവാനെ സ്തുതിച്ചു. ഭഗവാനെ വിളിക്കലാണ് അവർക്ക് വേറെ വഴിയൊന്നുമില്ല. എല്ലാവർക്കും അങ്ങനെയാണ്. എന്ത് ആപത്ത് വന്നാലും എന്ത് ക്ലേശം വന്നാലും ഭഗവാനെ ആശ്രയിക്കണം എന്നാണ് ഓരോ കഥകളിലൂടെയും നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇപ്പൊ ഭഗവാനെ ധ്യാനിച്ചു. ഇപ്പൊ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, ഖേദിക്കേണ്ട, നിങ്ങളുടെ സങ്കടമൊക്കെ ഞാൻ തീർത്തു തരാം. ഭഗവാന്റെ സങ്കല്പം മറിച്ചാവില്ലല്ലോ. അങ്ങനെ ആ ദേവന്മാരുടെ ഹിതത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ എന്തു ചെയ്തു? ഏതസ്മിൻ അന്തരേ വിഷ്ണു സർവോപായ വിരീശ്വരഃ യോഷിത് രത്നമനിർദ്ദേശ്യം ദധാര പരമാദ്ഭുതം. എന്താ പറയണത്? എല്ലാവരും നോക്കി നിൽക്കേ, വിഷ്ണു ഭഗവാനെ കാണാനില്ല. എന്താണ്? അതിസുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ രൂപമാണ്. അത് അനിർദ്ദേശ്യം. എങ്ങനെയുള്ള ആളാണ് ആ ദേവി എന്ന് വർണ്ണിക്കാൻ വാക്കുകളില്ല എന്ന്, വർണ്ണിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ആ യോഷിത് രത്നം, എന്തൊരു സുന്ദരി സ്ത്രീ രത്നമാണ് അവര് കാണുന്നത്. പിന്നെ ഇങ്ങനെ വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സുന്ദരിയാണ് അവിടെ കണ്ടത്. എന്താണ് ആ സുന്ദരി പ്രത്യേകത? കേട്ടിട്ടുണ്ടാവും. ഉടുരാജമുഖി മൃഗരാജകഠി ഗജരാജ വിരാജിത മന്ദഗതി. ഇപ്പൊ നല്ല അതിമനോഹരായിട്ടുള്ള നിറാണ്, ആകർഷകമായിട്ടുള്ള നിറാണ്. മാത്രല്ല നോട്ടം, എല്ലാവരും ഇങ്ങനെ നോക്കുമ്പോ അറിയാതെ ആ കണ്ണെടുക്കാൻ തോന്നില്ല. അങ്ങനെയുള്ള ആ കണ്ണെടുക്കാൻ തോന്നാത്തത്ര അത്യാകർഷകമായിട്ടുള്ള നോട്ടാണ്. ഇനി വേഷവിധാനങ്ങളോ ആര് കണ്ടാലും മോഹിച്ചു പോവും. അത്ര നല്ല നല്ല വസ്ത്രവും നല്ല നല്ല ആഭരണങ്ങളും ഒക്കെ ധരിച്ച് നീ നടത്തോ ഇങ്ങനെ കുണുങ്ങി ആര് കണ്ടാലും ഒന്ന് നോക്കി പോകുന്ന, സ്ത്രീകൾ പോലും നോക്കി നിൽക്കുന്ന അതിസുന്ദരിയായിരിക്കുന്ന ആ ഒരു രൂപമാണ് മോഹിനി രൂപം. ആരെയും മോഹിപ്പിക്കുന്ന ആ മോഹിനി രൂപമാണ് ഭഗവാൻ ധരിച്ചത്. ഇപ്പൊ എല്ലാവർക്കും അത്ഭുതമായി. ഇപ്പൊ എന്താ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്? ഈ ദേവന്മാര് ഏകാഗ്രമായിട്ട് ഭഗവാനെ ഭജിച്ചപ്പോഴല്ലേ ഭഗവാന്റെ ഉപായം കണ്ടത്? സർവ്വ ഉപായവിത് എന്നാ പറഞ്ഞിരുന്നു. എല്ലാറ്റിനും ഉപായം കാണാൻ, എന്ത് കാര്യത്തിനും ഉപായം കാണാൻ. ഏത് ഭക്തൻ ഏത് രീതിയിൽ ഭജിക്കുന്നുവോ ആ രീതിയിൽ ആ രൂപത്തില് ആ ഭക്തന്റെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടും. ഇനിയിപ്പോ ചിലപ്പോ വിചാരിച്ച രൂപമാവില്ല, ഭഗവാനാന്ന് അറിയുന്നില്ല എന്നാണ്. മങ്ങാട്ടച്ഛനായിട്ട് പൂന്താനത്തിന്റെ മുമ്പില് ആ പൂന്താനത്തിനെ ഇങ്ങനെ കള്ളന്മാർ ആക്രമിക്കാൻ വന്നപ്പോ കാട്ടിൽ വെച്ചിട്ട് അന്നിങ്ങനെ സൗകര്യങ്ങളൊന്നും ഇല്ല, നടന്നു വേണം വീട്ടിൽ നിന്ന് ഗുരുവായൂർക്ക് നടന്നെത്താൻ. എല്ലാ തിങ്കൾ ഭജനത്തിനും വരുമ്പോ ഒരു പ്രാവശ്യം കള്ളന്മാരെ ആക്രമിച്ചപ്പോ ഭഗവാനെ വിളിച്ചുപോയി. ആർത്തിഹര ഗജ രക്ഷണത്തിൽ ചേർത്തൊരു കാരുണ്യം തീർന്നു പോയോ, ആർത്തയാം ദ്രൗപദി കേണപ്പോഴേ ചീർത്തോരോ നിൻ കൃപ എങ്ങു പോയി. ആർത്തനാകും ഇവൻ മാറില്ലയോ, കത്തിയൊന്നു വന്നു വീഴുമിപ്പോൾ. ഭക്താർത്തിഹാരിൻ കരുണ സിന്ധോ കാത്തിടേണേ വേഗം മാരുദേശ.
അപ്പോൾ ഇവരിപ്പോൾ അങ്ങനെ കത്തിയെടുത്തിട്ട് ഇയാൾ ബാണത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടാണ് ഈ കള്ളന്മാർ വന്നത്. അങ്ങനെ ഒരു കുത്താനും വെട്ടാനൊക്കെ അങ്ങനെ കൊന്നിട്ട് ഇത് എടുക്കാൻ തീരുമാനിക്കുമ്പോഴേക്കും ഇങ്ങനെയാണ് വിളിച്ചില്ലേ, ആ വിളിച്ച നേരത്ത് എത്തിനാൻ തൽക്ഷണം ധീരനൊരാൾ ആത്തഖഡ്ഗനായി വിലസിടുന്നോൻ കുത്തിനാൻ വെട്ടിനാൻ കോപമോടെ ചത്തുമലച്ചിതു ഘാതകരും. പൂന്താനം അറിഞ്ഞില്ല. പൂന്താനം വിഷമിച്ച് ഭഗവാനെ വിളിച്ചതിനൊക്കെ അറിയുമ്പോഴാണ് ഒരാൾ വരികയാണ്, വാളൊക്കെ കൈ പിടിച്ചിട്ട് ഒരാൾ വന്നിട്ട് ഈ കള്ളന്മാരെയൊക്കെ കൊന്നു പൂന്താനത്തിനെ രക്ഷിച്ചു. അപ്പോൾ ചോദിച്ചു, അങ്ങ് ആരാണ്, എന്നെ രക്ഷിച്ച അങ്ങ് ആരാണ്? അപ്പൊ എന്താ പറഞ്ഞത്? എൻ പേരു മങ്ങാട്ട് അച്ഛൻ എന്നാൽ കമ്പം വേണ്ട എൻ്റെ ഭൂസുരേശ. ബ്രാഹ്മണ സത്തമാ, ഞാൻ ആ സാമൂതിരിപ്പാടിന്റെ മന്ത്രിയായിരുന്ന മങ്ങാട്ടച്ഛനാണ്. അപ്പൊ ഈ കള്ളന്മാരെ കൊല്ലാനായിട്ട് ഭഗവാന്റെ വേഷത്തിൽ വന്നാൽ ശരിയായില്ല, മങ്ങാട്ടച്ഛന്റെ വേഷത്തിലേക്ക് വന്നു. അപ്പൊ മങ്ങാട്ടച്ഛൻ ഒരു മന്ത്രിയാണ്, മന്ത്രിയുടെ വേഷത്തിലാണ് വന്ന. പൂന്താനത്തിന് പോലും മനസ്സിലായില്ല അത് ഭഗവാനാണ്. പിറ്റേ ദിവസം ഗുരുവായൂർ വന്നപ്പോഴാണ്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? എൻ്റെ കയ്യിൽ ഒന്നും തരാനില്ല ഭഗവാൻ, മങ്ങാട്ടച്ഛ ദാ ഈ മുദ്രാങ്കുലീയം അങ്ങക്ക് തരാന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു. അപ്പൊ ആ മങ്ങാട്ടച്ഛൻ എന്ത് പറഞ്ഞു? സ്നേഹത്തോടെ അർപ്പിക്കുന്ന എന്തും സ്വീകരിക്കുന്ന ആളാണ് ഞാൻ, തന്നോളൂ എന്ന് പറഞ്ഞ് ആ മോതിരം സ്വീകരിച്ചു. അങ്ങനെ നടന്നു കിടന്ന് ഗുരുവായൂരെത്തി. ഗുരുവായൂർ അമ്പലത്തെ തൊഴാൻ നിൽക്കുമ്പോഴാണ് ആ ഗുരുവായൂർ മേശാന്തിക്ക് തലേദിവസം സ്വപ്നം കണ്ടു ഇത്രേ, ഞാൻ ഇങ്ങനെ മങ്ങാട്ടച്ഛനായിട്ട് പൂന്താനത്തിനെ രക്ഷിച്ചിട്ടുണ്ട്. ഇന്നു നട തുറന്നിടും നേരം എന്നുടെ കയ്യിലിരിക്കുന്നുണ്ടാം ഒന്നെടുത്തായതു പൂന്താനമാം പുണ്യശാലിക്കു കൊടുത്തിടണം. അപ്പൊ ഈ മോതിരം എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്, അത് എടുത്തിട്ട് പൂന്താനത്തിന് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം അദ്ദേഹത്തിന് അത്രയുണ്ട് വിശ്വാസമില്ല. നട തുറന്നപ്പോഴാണ് കണ്ടത് അവിടെ ഒരു മോതിരം ഇരിക്കണു. അങ്ങനെ സന്തോഷമായിട്ട് അത് എടുത്തിട്ട് പൂന്താനത്തിന് കൊടുത്തപ്പോഴാണ് പൂന്താനത്തിന് മനസ്സിലാക്കിയേ മങ്ങാട്ടച്ഛനായിട്ട് വന്നത് സാക്ഷാത് ഭഗവാനാണ്. സർവോപായവിത് എന്നുള്ളതിന് അർത്ഥമാണ് പോയി പറഞ്ഞത്. ഏതു തരത്തില് എങ്ങനെ ആയാലാണോ ഒരാളെ രക്ഷിക്കാൻ പോകേണ്ടത് ആ ഉപായം ഭഗവാൻ അറിയാം. അങ്ങനെ ഉപായവിധാണ് ഭഗവാൻ. ഇനിയും എത്രയോ കഥകളുണ്ടെങ്കിലും ഉപായങ്ങൾ. അപ്പൊ ഈ മത്സ്യാവതാരം, എന്തിനപ്പോ മത്സ്യാവതാരം എടുത്ത്? അവിടെ മത്സ്യമായിട്ട് ജനിച്ചാലേ ആ വേദങ്ങളെ വീണ്ടെടുത്ത് ഹയഗ്രീവനെ കൊല്ലാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് മത്സ്യവേഷം ധരിച്ചു. കൂർമാവതാരം ആ പർവ്വത്തെ പൊക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഏത് വേഷത്തില് ഉപായം അപ്പപ്പോൾ ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിയുള്ള ആളാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഉപായവിധായിരിക്കുന്ന ഈശ്വരനായ ഭഗവാൻ ഒരു യോഷിത് രൂപം ധരിച്ചത്. ആ യോഷിത് രൂപത്തിന്റെ പ്രത്യേകത അനിർദ്ദേശം എന്ന് പറഞ്ഞത് നമുക്ക് എങ്ങനെയാണെന്ന് വർണ്ണിക്കാൻ പറ്റില്ല. വാക്കുകൾക്ക് വർണ്ണനാതീതമായിരിക്കുന്നതാണ് ആ ദേവിയുടെ രൂപം എന്ന് പറയണം. അപ്പൊ ആകർഷകമായിട്ടുള്ള നിറം, പിന്നെ ലജ്ജയോട് കൂടിയിട്ടുള്ള നോട്ടം. ആരും നോക്കുമ്പോഴും ലജ്ജ കലർന്ന നോട്ടം സ്ത്രീകളുടെ ഒരു ഗുണമാണ്. സ്ത്രീകൾക്ക് വേണ്ട ഒരു ഇതാണ് ലജ്ജ എന്ന് പറയുന്നത്. അപ്പൊ ലജ്ജയോട് കൂടിയിട്ടുള്ള നോട്ടം, ആകർഷകമായിട്ടുള്ള നടത്തം, ഇങ്ങനെയുള്ള ലീലാവിലാസം എന്നൊക്കെ പറയാം. അങ്ങനെയൊക്കെ അങ്ങനെ കുണുങ്ങി ഇങ്ങനെ നടന്നു ആ ദേവി. ഇപ്പൊ ദേവന്മാര് പോലും നോക്കിപ്പോയി എന്നാണ്. എന്നിട്ട് നേരെ നടന്നു പോവാണ് അസുരന്മാരുടെ അടുത്തേക്ക്. അസുരന്മാരാണെങ്കിലോ അവരെന്താ ചെയ്യണത്? ഈ അമൃതകുംഭം കൊണ്ടുപോയിട്ട് ഞാൻ മുമ്പേ എനിക്ക് കിട്ടണം ആദ്യം. അതാണ് അസുര സ്വഭാവം. ഞാൻ നിനക്കല്ല, എനിക്കാണ് ആദ്യം കിട്ടുന്നത്, ഞാനാണ് തട്ടിപ്പറിച്ചത്, അത് എനിക്ക് വേണം. ഇങ്ങനെ അസുരന്മാർ തമ്മിൽ തല്ലുകൂടി നിൽക്കുകയാണ്. അപ്പം അതിൽ ഒരാൾ പറഞ്ഞു അത്രേ, അതെ നമ്മൾ മാത്രമല്ല ഈ അമൃതിന് വേണ്ടി ബുദ്ധിമുട്ടിയത്, ദേവന്മാരും അസുരന്മാരും ഒക്കെ ബുദ്ധിമുട്ടിയത് ദേവന്മാർക്കും കൊടുക്കേണ്ടതാണ്. താൻ പോടോ, താൻ ഈ വക ന്യായങ്ങളൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞ് അവരുടെ വാക്കിൽ തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ദേവി അവിടേക്ക് വരുന്നത്. ഈ മോഹിനി ദേവി അവിടേക്ക് കടന്നു വരുന്നത്. അപ്പൊ ആ മോഹിനിയുടെ രൂപം കണ്ടപ്പോഴോ പീയൂഷകുംഭം പരിമുച്യ സർവേ തൃഷ്ണാകുല ത്വദുരോജകുംഭേ. ഇപ്പൊ കുറച്ചു നേരം അമൃതിനുള്ള ആശ ഇവരോട് കളഞ്ഞു. ആ ദേവിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി. അവര് പറയണ അഹോ രൂപം, അഹോ ധാമ, അഹോ അസ്യാനവംവയ. ഹോ, എന്തൊരു ആകർഷകമായ രൂപം, എന്തൊരു സൗന്ദര്യം, എന്തൊരു കാന്തിവിശേഷം, എന്തൊരു യൗവനം എന്നൊക്കെ ഓരോരുത്തരും പരസ്പരം ഇങ്ങനെ വർത്തമാനം പറയാൻ തുടങ്ങി. അഹമഹമികയ, ഞാൻ മുമ്പേ എന്ന് ചോദിച്ചിട്ട്. അപ്പോ ദേവി അവരൊക്കെ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോ ഒരാൾ ചോദിക്കാണ്, കാത്വം കഞ്ചബലാസാക്ഷി, ഹേ സുന്ദരി, നീ ആരാണ്? എവിടുന്നാണ് വരുന്നത്? എന്താ നിന്റെ ഉദ്ദേശം? എവിടേക്കാണ് പോകുന്നത്? ആരുടെ പത്നിയാ? ഞങ്ങൾ ഈ ദേവലോകത്തോ അസുരലോകത്തോ മനുഷ്യലോകത്തോ ഇത്ര സുന്ദരിയായിട്ടുള്ള ഒരാളെ കണ്ടിട്ടില്ല. അപ്പൊ നീ ആരാണ് ചോദിച്ചു.
ഞങ്ങൾ ഈ അമൃതിന് വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെട്ടാണ് ഈ അമൃത് സമ്പാദിച്ചത്. അപ്പൊ ഈ അമൃത് ഞങ്ങൾക്ക് ഒന്ന് പങ്കുവെച്ച് തരണം എന്ന് പറഞ്ഞു. അപ്പോ ദേവി പറയാണ്, ഹേ ദേവവൈരികളെ, എങ്ങനെ നിങ്ങൾക്ക് ഒരു കുലടയായിട്ടുള്ള എന്നിൽ വിശ്വാസം ജനിച്ചത് എങ്ങനെയാണ്? അപ്പോ ഒരു സാധാരണ സ്വയം വിശേഷിപ്പിക്കുകയാണ്, ഇങ്ങനെ ആകർഷകമായിട്ട് മറ്റുള്ളവരെ മോഹിപ്പിക്കുന്ന അതിൽ വരുന്നൊരു കുലട അതിൽ പറയാണ്, എങ്ങനെയാ അങ്ങനെ വിശ്വാസം വന്നത്? ഇത് ഒട്ടും ശരിയല്ല. പണ്ഡിതന്മാര് പറയുന്നത് സ്ത്രീകളിൽ നിന്ന് വിശ്വസിക്കരുതെന്നാണോ? വിശ്വസിക്കാതിരുതെന്നാണ്. സ്ത്രീണാം സാലാവൃഗാണാം ച സ്വൈരിണീനാം സുരദ്വിഷ എന്താ സഖ്യാന്യാഹുരനിത്യാനി നൂത്തനം നൂത്തനം വിഛിന്നതാം. ഈ സ്ത്രീകളുടെ ഈ എന്താ പറയാ കുലട സ്ത്രീകൾക്കൊരു സ്വഭാവം ഉണ്ടേ, നൂത്തനം നൂത്തനം വിഛിന്നതാം. പുതിയ പുതിയ ആൾക്കാരെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുക. അപ്പൊ പുതിയ പുതിയ ആൾക്കാരെ അന്വേഷിച്ച് നടക്കുന്നവളും സ്വേച്ഛാചാരിണിയുമായിരിക്കുന്ന സ്ത്രീകളോടും സാലാവൃഗാണം ചെന്നായ്ക്കളോടും സഖ്യം സ്ഥിരമല്ല എന്നാണ് പണ്ഡിതന്മാര് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്നിൽ വിശ്വാസം വെച്ചത് ശരിയായില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോ അസുരന്മാർക്ക് വിശ്വാസമായി. ഇങ്ങനെ ഒരാൾ പറയോ അവരവരെ പറ്റിയിട്ട്? അവർക്ക് വിശ്വാസമായി. പറഞ്ഞു, ഞങ്ങൾക്ക് നിന്നെ വിശ്വാസമായി, ഈ അമൃത് ഞങ്ങൾക്ക് വിളമ്പി തരണം എന്ന് പറഞ്ഞു. അപ്പോ ദേവി പറയാണ്, എന്ത് ദുശ്ചേഷ്ടിതം മമ സഹദ്വമിതി ബ്രുവാണ. അതെ, ഞാൻ ചെയ്യുന്നത് അബദ്ധായാലും സുബദ്ധായാലും നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ ഞാൻ ഈ അമൃതമൊക്കെ നിങ്ങൾക്ക് തരാം, വിഭജിച്ചു തരാമെന്നാണ്. അപ്പൊ അവർക്ക് ഒന്നുകൂടി വിശ്വാസമായി. ശരി, അങ്ങനെ മതി എന്നൊക്കെ സമ്മതിച്ച് അസുരന്മാര് തയ്യാറായി. അപ്പോൾ അവർക്കുണ്ട് ഒരു സദ്ബുദ്ധി. അപ്പൊ ഈ അമൃത് മംഗളകരമാകണം അമൃത് സേവിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് അവര് പോയി വ്രതാനുഷ്ഠാനമൊക്കെ ചെയ്ത് കുളിച്ച് അഗ്നിഹോത്രാദി കർമ്മങ്ങളൊക്കെ ചെയ്ത് പശുക്കള് ബ്രാഹ്മണര് മുതലായവർക്കൊക്കെ ഭക്ഷണം കൊടുത്ത് ദക്ഷിണയും കൊടുത്ത് ധാരാളം നല്ല നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ആഭരണങ്ങളൊക്കെ ധരിച്ച് പുറപ്പെട്ടു അമൃത് സേവിക്കാനായിട്ട്. അപ്പൊ ശുഭബുദ്ധി അവർക്കുണ്ടായി എന്നർത്ഥം. അങ്ങനെ ദർഭ കിഴക്കോട്ട് അഭിമുഖമായിട്ട് ദർഭ വെച്ചിട്ടുണ്ടായിരുന്നു, അതിലവർ വന്നിരുന്നു. അപ്പൊ വന്നിരുന്നപ്പോ ദേവിയുടെ ഒരു വരവുണ്ട്. ഈ അമൃത കുംഭം പിടിച്ചിട്ട് ദേവി ഇങ്ങനെ വരികയാണ്. ഇങ്ങനെയാ ഇങ്ങനെ കുഴഞ്ഞ് അങ്ങനെ എന്താ പറയാ, എല്ലാവരും മദാലസം മഞ്ജുള വാഗ്വിലാസം എന്നാണ്. മദാലസയായിട്ട് മഞ്ജുളമായിരിക്കുന്ന വാഗ്വിലാസത്തോടു കൂടി കാൽ നൂപുരങ്ങൾ ഇങ്ങനെ ശബ്ദിച്ച് എന്താ പറയാ മനോഹരമായി ശബ്ദിച്ചുകൊണ്ട് അങ്ങനെ നടക്കുമ്പോ ദേവന്മാരെ അപ്പുറത്ത് നിർത്തിയിട്ടുണ്ട്. അത് ഇവര് കണ്ടിട്ടില്ല. ദേവന്മാരും അസുരന്മാരും ദേവി എങ്ങനെ ഒന്ന് നോക്കി, മോഹത്തോടി നോക്കിയപ്പോ ദേവിയുടെ ഒരൊറ്റ നോട്ട, ആ നോട്ടത്തോടി അവരൊക്കെ മോഹാലസ്യപ്പെട്ടു എന്ന് വെച്ചാൽ അവരൊക്കെ മോഹമുള്ളവരായി നടത്താം. അവരുടെ ആ വികാരങ്ങളെ കണ്ടു പോയി. അങ്ങനെ നേരെ വന്ന് അസുരന്മാരെയും ദേവന്മാരെയും പുറംതിരിച്ച് അങ്ങനെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തു വിചാരിച്ചു? അസുരാണാം സുരാപാനം സർപ്പാണാം ഇവ ദുർനയം ഇതിമത്വ. എന്താണ് ഈ അസുരന്മാർക്ക് അമൃത് കൊടുക്കുന്നത് പാമ്പുകൾക്ക് വിഷം കൊടുക്കുന്നത് പോലെയാണ്. അത് ദോഷാധിക്യം ഉണ്ടാക്കുള്ളൂ. അതുകൊണ്ട് ജാതി നിശംസാനാം വ്യഭജതച്യുതഃ. സ്വതവേ ദുഷ്ടന്മാരായിരിക്കുന്ന ഈ അസുരന്മാർക്ക് അമൃത് കൊടുക്കാൻ ഭഗവാൻ തയ്യാറായില്ല. അപ്പൊ ദേവന്മാർക്ക് ഭഗവാൻ അമൃത് കൊടുക്കാൻ എന്താ, അവരുടെ ജരാനരകളൊക്കെ തീർക്കണം. അവരാണല്ലോ തങ്ങനെ ഭജിച്ചിരിക്കുന്നത്. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അന്യചിന്ത കൂടാതെ എന്നെ തന്നെ ഭഗവാനെ തന്നെ ഭജിക്കുന്നത് ആരാണോ അവരുടെ യോഗക്ഷേമങ്ങളൊക്കെ ഭഗവാൻ തന്നെ നിർവഹിക്കും എന്നാണ്. അങ്ങനെ ഭക്തന്മാരായിട്ടുള്ള ഒരാൾക്ക് ഇനി എന്തൊക്കെയാ വരാൻ ഒരു വേവലാതിയും വേണ്ട, ഭഗവാൻ തന്നെ നോക്കിക്കോളും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ അസുരന്മാരോ ദേവന്മാർക്ക് കൊടുക്കുന്നത് ഇവ അറിഞ്ഞില്ല. ദേവന്മാർക്കൊക്കെ അമൃത് വിളമ്പി. അപ്പോഴാണ് അസുരന്മാർക്ക് ഉണ്ടാകാനുള്ളൊരു ധൈര്യമില്ല. കാരണം ഈ മോഹിനീദേവിയുടെ സ്നേഹം നഷ്ടപ്പെട്ടാലോ, അവളോടുള്ള സ്നേഹ ആധിക്യം കൊണ്ടും ബഹുമാനം കൊണ്ടും അവരാരും
ശബ്ദിച്ചില്ല, അനങ്ങിയില്ല. എന്നാൽ അതിൽ നിന്ന് സ്വർഭാനു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുരൻ നേരെ എഴുന്നേറ്റിട്ട് ഒരു ദേവന്റെ രൂപെടുത്തിട്ട് ചന്ദ്രസൂര്യന്മാരുടെ ഇടയിൽ പോയിരുന്നു. അപ്പൊ ഭഗവാൻ ഇങ്ങനെ അമൃത് വിളമ്പുമ്പോ ഈ സ്വർഭാനുവിനും അമൃത് വിളമ്പി. അമൃത് വിളമ്പിയപ്പോ സൂര്യേന്ദ്രന്മാര് ഭഗവാനോട് കണ്ണുകൊണ്ട് കാണിച്ചു, ഇത് ശരിയല്ല, കണ്ണുകൊണ്ട് അല്ലാണ്ടൊന്നും കാണിച്ചില്ല. അപ്പൊ ഭഗവാൻ മനസ്സിലായി. വേഗം ചക്രേണാക്ഷുരധാരേണ, തന്റെ ചക്ര ആയുധം കൊണ്ട് ഭഗവാൻ അതിന്റെ ശിരസ്സങ്ങട് ഛേദിച്ചു എന്നാണ്. അപ്പൊ ശരീരത്തിലേക്ക് ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല അമൃത്, അതുകൊണ്ട് ശരീരം നിലത്ത് വീണു. ഇവിടെ അമൃത് ഉള്ളത് കൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ജീവിച്ചു. അപ്പൊ അതിനെ ഒരു ഗ്രഹമാക്കി മാറ്റി ഭഗവാൻ എന്നാണ് പറയുന്നത്. അതാണ് അത്ര രാഹു എന്ന് പറയുന്നത്. ഈ സൂര്യേന്ദ്രന്മാരാണല്ലോ എന്നെ കാണിച്ചു കൊടുത്തത് എന്നുള്ള ദേഷ്യം കാരണം എല്ലാ മാസം അല്ലെങ്കിൽ ഈ വാവ് സമയങ്ങളിലും പിന്നെ ഈ സൂര്യഗ്രഹണ ചന്ദ്രഗ്രഹണ സമയങ്ങളിലൊക്കെ ഈ രാഹു അവരെ ഉപദ്രവിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. തന്നെ അവരാണല്ലോ കാണിച്ചു കൊടുത്തത്, അതുകൊണ്ട് ആ രാഹുവിന് സൂര്യേന്ദ്രന്മാരുടെ എപ്പോഴും വൈരാണുള്ളത് എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ അമൃത് ദേവന്മാർക്കൊക്കെ വിളമ്പിക്കഴിഞ്ഞപ്പോൾ ഭഗവാൻ തൻ്റെ യഥാർത്ഥ രൂപം ധരിച്ച് അവരുടെ മുമ്പിൽ നിന്ന് ദേവന്മാരൊക്കെ കാണത്തന്നെ, അസുരാദേവന്മാർ കാണുക തന്നെ അവിടുന്ന് അപ്രത്യക്ഷനായി എന്നാണ്. അപ്പോൾ ഇവർക്കൊക്കെ വിഷമായി. ഓ, ഈ ദേവന്മാരൊക്കെ ഭാഗ്യശാലികൾ, ഈ അമൃതൊക്കെ ഭുജിച്ചുല്ലോ. അപ്പോൾ എന്താ നമ്മളിത് മനസ്സിലാക്കുന്നത്? അസുരന്മാരും ദേവന്മാരും ഒരുപോലെ ബുദ്ധിമുട്ടിയിട്ടാണ് അമൃത് കടഞ്ഞത്, അമൃത് പാലാഴി കടഞ്ഞത്. പക്ഷെ അവർക്ക് ദേവന്മാർക്കാണ് അതിൻ്റെ ഫലം സിദ്ധിച്ചത്, അസുരന്മാർക്കാകട്ടെ അതിൻ്റെ ഒരു ഫലം സിദ്ധിച്ചില്ല. അപ്പം എന്താണെന്ന് മനസ്സിലാക്കുന്നത്? ആരാണോ ഭഗവത് പാദങ്ങളെ ആശ്രയിക്കുന്നത് അവർക്ക് എപ്പോഴും സത്തായിട്ടുള്ള അനുഭവങ്ങളെ ഉണ്ടാവുള്ളൂ. ആരാണോ ഭഗവാനെ ഭജിക്കാത്തത് അവർക്ക് വിപരീത ഫലമാണ് ഉണ്ടാവുക. അവർക്ക് ഒരിക്കലും സത്തായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാവില്ല, ദുർഗുണങ്ങളെ വർദ്ധിക്കുള്ളൂ എന്നാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഹരിയെ സ്മരിക്കണം, ഹരിയെ ഭജിക്കണം. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ മനസ്സ് എങ്ങനെയുള്ളതാ? ഒരു നാമുണ്ട്, പണ്ട് കേട്ടിട്ടുണ്ടാവും, ഇവിടെ പറഞ്ഞിട്ടുണ്ടോയെന്ന് ഓർമ്മയില്ല. മുരാരി വന്നെൻ്റെ മനസ്സിലേക്ക് കുനിഞ്ഞു ലക്ഷം കുറിയെത്തി നോക്കി, നിറച്ചടിക്കാട്ടുകൾ കാണുക മൂലം അകത്തു കയറാതെ മുഷിഞ്ഞു പോയി. ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് വരാൻ തയ്യാറായിട്ട് ഇങ്ങനെ കാത്തിരിക്കുക. നമ്മുടെ ഹൃദയത്തിലാണ് സർവേഷ ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിലാണ്. ഹൃദയശേ തിഷ്ഠതി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹൃദയത്തിലാണ് ഭഗവാൻ ഇരിക്കേണ്ടത്. ആ ഹൃദയത്തിലിരിക്കേണ്ട ഭഗവാൻ ഹൃദയത്തിലിരിക്കാനായിട്ട് വന്നിങ്ങനെ നോക്കിയപ്പോൾ അവിടെ മുഴുവൻ എന്താ? മോഹം മദം കാമം അസൂയ തൊട്ടമാറാലമൺ തുപ്പലമേദ്യമത്രേ ഭക്തി പ്രതിഷ്ഠയ്ക്കുരചിച്ചതാമിൻ ഉൾക്കാമ്പിലിന്നും വിലസുന്നതിപ്പോൾ. ഭക്തി ഉണ്ടാവണം, ഭക്തി ഭഗവാനോടുള്ള ആ കൈതവമായ ഭക്തി ഉണ്ടാവണം എന്ന് ഭഗവാൻ അവിടുന്ന് പോരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരെയും സൃഷ്ടിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, പരസ്പരം ഭാവയന്തഃ ശ്രയപരമവാപ്സ്യതാന്ന്. അപ്പോൾ നമ്മളെ ഭജിച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എല്ലാവരും അത് മറന്നു. അപ്പോൾ ഭക്തി വന്ന് ഹൃദയത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി തന്ന ഹൃദയത്തിൽ ഇപ്പം മുഴുവൻ എൻ്റെ കാമം അസൂയ തൊട്ട മാറാലകളാണ്. അതുകൊണ്ട് ആ മാറാലകളൊക്കെ ഇല്ലാതാകാൻ ഭഗവത് ഭക്തി വേണം എന്നാണ് കാണിച്ചു തരുന്നത്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ ദേവന്മാർക്കും വരാറുണ്ട് ഇങ്ങനെയുള്ള അശ്രദ്ധകളൊക്കെ, ഭഗവത് സ്മരണ ഇല്ലാത്ത കഥകളൊക്കെ, ദേവന്മാർക്ക് വന്ന കഥകളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അബദ്ധങ്ങളൊക്കെ എല്ലാവർക്കും പറ്റാം. എങ്കിലും ആ ഭഗവാനെ ആശ്രയിച്ചാൽ ആ ഭഗവാൻ അതൊക്കെ ഇല്ലാതാക്കി നമ്മുടെ പാപങ്ങളും എല്ലാം ഇല്ലാതാക്കും, സത്തായിട്ടുള്ള മനസ്സാക്കി തീർക്കും. അതാണ് ഈ ദേവന്മാർക്ക് അമൃത് കിട്ടിയതിനുള്ള ഗുണം. അവരെ കഷ്ടപ്പെട്ട് ജരാനരകളൊക്കെ നീങ്ങാൻ വേണ്ടിയിട്ട് അമൃത് കിട്ടി എങ്കിലും ആ അമൃത് കിട്ടിയത് കൊണ്ട് അവർക്ക് പൂർവാധികം ഐശ്വര്യവും പൂർവാധികം ശക്തിയും പൂർവാധികം ഗുണങ്ങളും വന്നു. എന്നാൽ അസുരന്മാർക്കാകട്ടെ ഉത്സാഹം, ലജ്ജ, സാമർഥ്യം ഇതൊന്നും ഇല്ലാത്ത ദുർഗുണങ്ങൾ അധികരിച്ചവരായും തീർന്നു. അപ്പോൾ ഒരേ കാര്യത്തിന് വേണ്ടി രണ്ടുപേര് ചെയ്തിട്ട് അതിൻ്റെ ഫലമാകട്ടെ വൈചിത്ര്യത്തിലാണ് വന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താ നമുക്ക് മനസ്സിലായി. എന്ത് ക്ലേശം വന്നാലും എന്ത് സന്തോഷത്തിലാണ്, നമ്മൾ സങ്കടത്തിൽ മാത്രം ഭഗവാനെ ഭജിച്ചാൽ പോരാന്നാണ് പറയുന്നത്. അവ്യവഹിത അഹൈതുകി ഭക്തി എന്ന സാധാരണ വിഷമം വരുമ്പോഴേ ഭഗവാനെ ആലോചിക്കുള്ളൂ. നമ്മൾ ഭാഗവതത്തിൽ പഠിച്ചിട്ടുണ്ട് ബദ്ധൻ മുക്തൻ എന്ന് പറഞ്ഞ കഥ. ഏകാദശ സ്കന്ധത്തിൽ ഒരു ബദ്ധൻ മുക്തൻ, ഒരു മരത്തിൻ്റെ മുകളിൽ രണ്ട് പക്ഷികളാണ്. ആ രണ്ട് പക്ഷികൾ, ഒരു പക്ഷി
എപ്പോഴും നിശബ്ദനായിട്ട് അനങ്ങാതെ ഒരു കൊമ്പിൽ ഇങ്ങനെ ഇരിക്കും. മറ്റേ പക്ഷിയാകട്ടെ ഓരോരോ കൊമ്പിലുള്ള നല്ല പഴങ്ങളൊക്കെ അങ്ങനെ സുഖമായിട്ട് തിന്നിങ്ങനെ നടക്കും. കുറച്ച് കഴിയുമ്പോൾ ഒരു കയ്പുള്ള ഫലം കൂടി തിന്നുമ്പോൾ ഒരു സുഖമില്ലല്ലോ, ഈ അങ്ങോരെന്താ അവിടെ അനങ്ങാതിരിക്കുക, അവൻ എന്ത് സന്തോഷാ, എൻ്റെ കൂടെ വന്നവനല്ലേ, അവനൊരു സന്തോഷം, എനിക്ക് എങ്ങനെ എന്താ വിഷമം. കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ മറന്നു, വീണ്ടും പഴങ്ങളൊക്കെ ഭുജിച്ചു. ഇങ്ങനെയാണ് നമ്മളൊക്കെ എന്നർത്ഥം. സുഖങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ആ ഭഗവാനെ അങ്ങോട്ട് സ്മരിക്കില്ല. സുഖങ്ങളുടെ പിന്നാലെ പോയി എന്തെങ്കിലും ക്ലേശം വരുമ്പോഴോ ഭഗവാനെ ഓർമ്മ വരുള്ളൂ. അപ്പം നമ്മൾ ഓരോരോ ചിന്ത വഴിപാടുകളായി അതായി ഇതായി. ഇതൊന്നും അല്ല വേണ്ടത്. എപ്പോഴും അതാണ് മന്മനാഭവ മദ്ഭക്ത മദ്യാജീമാ നമസ്കുരുന. എന്തൊക്കെ ഇത് മത് കർമ്മകൃത് മത് പരമ മദ്ഭക്ത സംഘവർജിത നിർവൈര സർവഭൂതേഷുന. എന്താണ്? എല്ലാ കർമ്മങ്ങളും എനിക്ക് വേണ്ടി ചെയ്യുക. നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, വീട്ടു ജോലികൾ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ചെയ്യുന്നതൊക്കെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്താൽ മതി എന്നാ പറയണം. എല്ലാതും ഈശ്വരാർപ്പണം. ഗോപികമാരുടെ ഭക്തി അതാണ് ഭഗവാൻ എടുത്തു പറയാനുള്ള കാരണം. അവർക്കൊന്നും അറിയില്ല, അവർക്ക് വിദ്യാഭ്യാസം ഇല്ല, സജ്ജന സംസർഗ. അവരെന്നെ എപ്പോഴും കൃഷ്ണ 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 എന്ന് മാത്രമേ അവർക്ക് അറിയുള്ളൂ, വേറെ ഒന്നും അറിയില്ല. ഗോവിന്ദ ദാമോദര എന്നിങ്ങനെ പറയാന്നല്ലാതെ. എന്നാലോ അവരുടെ ഭക്തിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നാണ് പറഞ്ഞത്. അവർ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും ഇന്ന് വേണ്ട നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം ഭഗവാനെ സ്മരിച്ച് നടന്നിരുന്നവരായിരുന്നു. അതുപോലെ സദാ എന്ത് കർമ്മം ചെയ്യുമ്പോഴും കർമ്മം അനുഷ്ഠിക്കണമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. കർമ്മണ്യേവാധികാരത്തെ, കർമ്മം ചെയ്തേ മതിയാവൂ, കർമ്മം ചെയ്യാതിരിക്കരുത്. എന്നാൽ ആ കർമ്മം ചെയ്യുന്നത് മുഴുവൻ മയ്യർപ്പിത മനോബുദ്ധി, എന്നിൽ അർപ്പിച്ചിട്ട് ആ കർമ്മങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അവന് യാതൊരു ക്ലേശവും ഉണ്ടാവില്ല. അപ്പോൾ മറ്റുള്ള ആൾക്കാർ കാണുമ്പോൾ ഈ ഭക്തന്മാർക്ക് ക്ലേശങ്ങൾ കാണും. പക്ഷേ ഒക്കെ ഭഗവാൻ ആ ക്ലേശങ്ങളൊക്കെ തരുന്നത് എന്തിനാന്ന് വെച്ചാൽ കൂടുതൽ ഭഗവാനിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തു ക്ലേശങ്ങളുണ്ടായാലും എന്നെ വിടാതെ ആര് ഭജിക്കുന്നുവോ അവനെ ഞാൻ, അതാണ് മഹാബലിയുടെ ദർപ്പം തീർക്കാൻ വേണ്ടിയിട്ട്, എന്നെ ആര് ഭജിക്കുന്നുവോ അവൻ്റെ സർവസ്വം ഞാൻ നശിപ്പിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? എന്ത് നഷ്ടപ്പെട്ടാലും എന്നിലുള്ള ഉറച്ച വിശ്വാസം, ഉറച്ച ഭക്തി ഉണ്ടോ അവനെ ഞാൻ എൻ്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോകുന്നതാണ്. അതാണ് പറയുന്നത്. എല്ലാ സമയത്തും ഭഗവാനെ ചിന്തിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നവനെ ഭഗവാൻ തന്നെ കണ്ടുകൊണ്ടിരിക്കും. ഭഗവാൻ എങ്ങനെയുള്ള ആളാ? എല്ലായിടത്തും എല്ലാ സമയത്തും എത്തിച്ചേരാൻ, എവിടേക്കും എത്തിച്ചേരാൻ, ആര് വിളിക്കുമ്പോഴും അവിടേക്കൊക്കെ ഓടിയെത്താൻ പറ്റുന്ന ആളാണ് ആ ഭഗവാൻ. അപ്പോൾ ആ ഭഗവാൻ എല്ലാവരും ചെയ്യുന്ന കർമ്മങ്ങളും എല്ലാവരും പറയുന്ന വാക്കുകളും പ്രവൃത്തികളും ഒക്കെ കാണുന്നുണ്ട്. അതിനൊക്കെ അവരവർക്ക് വേണ്ട ഓരോരോ ഇതുകളിങ്ങനെ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ ക്ലേശങ്ങൾ കാണുമ്പോൾ ഭഗവാനെ ഭജിച്ചിട്ട് ഈ ക്ലേശങ്ങളല്ലേ തന്ന്, എന്നാ ഇനി ഭഗവാനെ ഭജിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ഭക്തി നിർത്തുക. അതാണ് അപ്രതിഹത. തടസ്സം ഉണ്ടായാൽ നിർത്തുക. അതില്ല. പ്രതിഹതമില്ലാത്ത, തടസ്സമില്ലാത്ത, എന്ത് തടസ്സം വന്നാലും ഞാൻ ഭഗവാനെ വിടില്ല. എന്താണ്? ഭഗവാന്റെ പാദങ്ങളെ സേവിക്കുക എന്നർത്ഥം. ആ പാദങ്ങളെ കൊണ്ട് പിടിക്കുക. അതുകൊണ്ട് ശരണ പത്മത്തില് ധൃതാംഗ്രി പത്മ, ഭഗവാന്റെ പാദങ്ങളെ ഇങ്ങനെ പിടിച്ച് മുറുകെ പിടിക്കാനുള്ള ഉത്തമ വിശ്വാസം ഉണ്ടായാൽ മതി. എന്തായാലും ഭഗവാൻ കൈവിടില്ല എന്നാണ്. അപ്പോൾ ഈ ദേവന്മാരിങ്ങനെ എപ്പൊക്കെ ക്ലേശങ്ങൾ വരും അപ്പൊക്കെ ഭഗവാനെ സ്മരിക്കും, അപ്പൊക്കെ ഭഗവാൻ വരും ചെയ്യും. അതാണ് അതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതാണ്. അസുരന്മാരാകട്ടെ അങ്ങനൊന്നില്ല, അവർക്ക് ആസുരീയ സ്വഭാവമാണ്. ഈ രജോ ഗുണം തമോ ഗുണം സത്വ ഗുണമൊക്കെ ഇന്നലെ ഇവിടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തമോ ഗുണവും രജോ ഗുണമുള്ള ആൾക്കാർക്കൊക്കെ എപ്പോഴും തമോ ഗുണ പ്രധാനികൾ അജ്ഞത കൊണ്ട് കർമ്മങ്ങളൊന്നും ചെയ്യൂല, ചെയ്തൊന്നും ശരിയാവൂല. രജോ ഗുണ പ്രധാനികളാകട്ടെ പോരാ പോരാ പോരാ. അസുരന്മാരങ്ങനെയാണ്. പിന്നെയും ഈ ദേവന്മാരായിട്ട് പല പ്രാവശ്യം യുദ്ധം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ദേവന്മാരൊക്കെ തോൽക്കുക പതിവ്, അസുരന്മാർ ജയിക്കുകയാണ് പതിവ് സാധാരണ. അപ്പോൾ ഈ അമൃത് ഈ ദേവന്മാർക്ക് കൊടുത്തപ്പോൾ അസുരന്മാർക്ക് തോന്നി എന്നാ ഇവരെ ഒന്ന് തോൽപ്പിക്കാം. ഇപ്പൊ അവര് ജയിക്കും എന്നാണ് അവരുടെ വിശ്വാസം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ദേവന്മാരോട് കൂടിയിട്ട് അമൃത് ഭുജിച്ച് സന്തുഷ്ടരായിട്ട് എന്താ പറയുക തേജസ്വികളായിരിക്കുന്ന ദേവന്മാരെ കണ്ടപ്പോൾ അസുരന്മാർക്ക് അസൂയായി. അവരെല്ലാവരുടെയും യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു ദേവന്മാരോടിട്ട്. അപ്പോൾ കുറേ പേരുണ്ട് ഭാവത്തിൽ പറയേണ്ട എല്ലാവരുടെ പേരും. എന്താണ്? ബലി, ജംഭൻ, വലൻ, പാകൻ, ഹേതി, പ്രഹേതി, കാലനേമി, നമുചി, അങ്ങനെയുള്ള കുറേ അസുരന്മാർ. അവരുടെയൊക്കെ നേതാവ് ബലിയാണ്. ഈ മഹാബലിക്ക് അമിത തേജസ്സാണ്.
ഈ മഹാബലിയുടെ ചുറ്റുപാടും ഈ അസുരന്മാർ മുഴുവൻ അവരവരുടെ വാഹനങ്ങളിൽ നിന്നിട്ട് ഇദ്ദേഹത്തിന്റെ ചുറ്റും നിന്ന് ഇദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ്. ഇദ്ദേഹമാകട്ടെ വൈഹായസം എന്നൊരു വിമാനത്തിലാണ് ബലി ഇരിക്കുന്നത്. അങ്ങനെ ചന്ദ്രനെ പോലെ ശോഭിച്ച ആ ബലി യുദ്ധത്തിന് തയ്യാറായി വന്നപ്പോൾ അപ്പുറത്ത് ഇന്ദ്രനാകട്ടെ എല്ലാ ദേവന്മാരും അഷ്ടദിക്പാലകന്മാരും മറ്റെല്ലാ ദേവന്മാരും അവരവരുടെ വാഹനത്തിൽ ഇന്ദ്രന്റെ ഒപ്പം നിന്നിട്ട് ഇന്ദ്രൻ സൂര്യനെ പോലെ ശോഭിച്ചിട്ട് അങ്ങനെ അവർ രണ്ടു കൂട്ടരും ചതുരംഗ സൈന്യങ്ങളോട് അസ്ത്യശ്വപതി രഥാഹ ആന, തേര്, കുതിര, കാല 4 പടകളോട് കൂടിയിട്ട് യുദ്ധസന്നാഹമായിട്ട് വന്നു. ഭയങ്കര യുദ്ധമായിരുന്നു. ആ യുദ്ധത്തിൽ ധാരാളം ആൾക്കാർക്ക് മുറിവേറ്റു, അപകടങ്ങൾ പറ്റി. അപ്പം ഇന്ദ്രൻ ബലിയോടാണ് ഏറ്റുമുട്ടിയത്. ഗുഹൻ ഏറ്റുമുട്ടി താരകനോട്, വരുണൻ ഏറ്റുമുട്ടി ഹേതിയോട്. ഇങ്ങനെ ഓരോരോ ദേവന്മാർ ഓരോരോ അസുരന്മാരോട് ഏറ്റുമുട്ടി. അസുരന്മാർക്കൊക്കെ കുറെ ക്ഷീണം പറ്റി. ഇന്ദ്രന്റെ അസ്ത്രപ്രയോഗം കൊണ്ട് ബലിക്കാകെ ക്ഷീണമായി. ഇപ്പൊ ബലിക്ക് ധൈര്യം വന്നു. എന്താ, ഞാൻ എൻ്റെ മായ അങ്ങോട്ട് പ്രയോഗിച്ചളയാന്ന് വിചാരിച്ച് മായാപ്രയോഗം നടത്താൻ തുടങ്ങി ബലി. എന്താ ഈ മായാപ്രയോഗം? വിചാരിച്ചിരിക്കാതെ നാഗങ്ങൾ ഇങ്ങനെ വന്നു വീഴുക ഈ സൈന്യങ്ങളുടെ ഇടയിലേക്ക്, അഗ്നി വന്ന് വീഴുക, ജലം വന്ന് വീഴുക. ഇങ്ങനെ എവിടുന്നാ വരണമെന്ന് അറിയില്ല. മായാപ്രയോഗം അങ്ങനെയാണ്. അങ്ങനെ ഈ മായാപ്രയോഗം കൊണ്ട് ദേവന്മാരൊക്കെ വിഷമിച്ചു. എന്താ ഇനിയിപ്പോൾ ചെയ്യുക എന്ന് വിചാരിച്ചു. അപ്പോഴും അവർക്ക് ഓർമ്മ വന്നു ഭഗവാനെ സ്മരിക്കാൻ. അപ്പോൾ ഇന്ദ്രനും മറ്റെല്ലാ ദേവന്മാരും കൂടി ഭഗവാനെ ഒരു വഴിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഭഗവാനെ അങ്ങോട്ട് സ്മരിച്ചു. ഹരിസ്മൃതി സർവവിപത് വിമോക്ഷണം എന്നാണ്. എല്ലാ വിപത്തുകളെയും ഇല്ലാതാക്കാൻ കഴിവുള്ളതാണ് ഹരിസ്മൃതി എന്നാണ്. അപ്പൊ ഈ ദേവന്മാരുടെ സങ്കടം കണ്ട് ഭഗവാൻ വന്നു. എങ്ങനെയാണ് വന്നത്? ന്യസ്താംഗ്രി പത്മപദകേന്ദ്ര പൃഷ്ഠേ ദരാരി ചർമാസികേഷു ചാപപാശാന്തദാനു അഷ്ടഗുണോഷ്ടബാഹു. പിന്നെയോ പീതാംബരപ്പെട്ട് ധരിച്ച് എല്ലാ അലങ്കാരങ്ങളോടെയും മഹാവിഷ്ണുവിന്റെ അലങ്കാരങ്ങൾ എന്തൊക്കെയാ? കിരീടം, സൂര്യസ്പർദ്ധി കിരീടം, ഊർധ്വതിലക പ്രോദ്ഭാസി ഫാലാന്തരം, കാരുണ്യാകുലനേത്രം, ആർദ്രഹസിതോല്ലാസം സുനാസാപുടം, ഗണ്ഡോദ്യന്മകരാപ കുണ്ഡലയുഗം, കണ്ഠോജ്വലൽ കൗസ്തുഭം, ത്വദ്രൂപം വനമല്യഹാരപടല ശ്രീവത്സദീപ്രം. ഇങ്ങനെയുള്ള ഭഗവാന്റെ രൂപം അത് ഗരുഡന്റെ പുറത്തിരുന്നിട്ടാണ് വന്നത്. പക്ഷെ ചതുർബാഹു അല്ലായിരുന്നു, അഷ്ടബാഹുക്കളായിരുന്നു. ഈ അഷ്ടബാഹുക്കളിൽ അഷ്ടവിധ ആയുധങ്ങളോട് കൂടിയിട്ടാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത്. സുവർണന്റെ പുറത്ത്, ഗരുഡന്റെ പുറത്ത് അങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ആ പ്രത്യക്ഷപ്പെട്ട ആ സമയത്ത് നമുക്ക് ഉള്ളൊരു പാഠമാണ് എന്ത്? ഹരിസ്മൃതി സർവവിപത് വിമോക്ഷണം. ഹരിയെ സ്മരിച്ചാൽ എല്ലാ ആപത്തിൽ നിന്നും മോചനം ഉണ്ടാവും എന്നുള്ള തെളിവാണ്. ഭഗവാനോട് പ്രത്യക്ഷപ്പെട്ടപ്പോഴോ ബലിയുടെ മായൊന്നും ഇല്ലാണ്ടേ, മായൊക്കെ അപ്രത്യക്ഷമായി എന്നർത്ഥം. മായ അപ്രത്യക്ഷമായപ്പോൾ മഹാബലിക്ക് ക്ഷീണമായി. അപ്പൊ യുദ്ധം ചെയ്യാൻ സാമർത്ഥ്യം ഭഗവാൻ വന്നപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. ദേവന്മാരൊക്കെ യുദ്ധം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇന്ദ്രന്റെ വജ്രായുധം കൊണ്ട് മഹാബലി വീണു. അങ്ങനെ ഓരോരോ ദേവന്മാരുടെയും അസ്ത്രപ്രയോഗം കൊണ്ട് അസുരന്മാര് നിപതിക്കാൻ തുടങ്ങി. അപ്പോഴാണ് കാലനേമി എന്ന് പറഞ്ഞ അസുരൻ ഭഗവാന്റെ നേർക്ക് സിംഹവാഹനായിട്ട് വന്നിട്ട് തൻ്റെ ശൂലം അങ്ങോട്ട് ഭഗവാനങ്ങോട്ട് പ്രയോഗിച്ചു. അപ്പം എന്താ, ഭഗവാൻ ആ ശൂലം എടുത്തിട്ട് ആ കാലനേമി അങ്ങോട്ട് കൊന്നു എന്നർത്ഥം. ത്വം കാലനേമി മധ മാലിമുഖൻ ജഗന്ധ. ഇപ്പൊ കാലനേമി, മാലി, സുമാലി മുതലുള്ള അസുരന്മാരെയൊക്കെ ഭഗവാൻ കൊന്നു. ഇന്ദ്രോ ജഖാന, ഇന്ദ്രൻ കൊന്നു. ജംഭവലാൻ സപാകാൻ, ജംഭൻ, വലൻ, പാകൻ മുതലുള്ള അസുരന്മാരെ ഇന്ദ്രൻ കൊന്നു എന്നർത്ഥം. ഇങ്ങനെ ഓരോരോ അസുരന്മാരെ മഹാവിഷ്ണുവും ദേവന്മാരും ഒക്കെ ഇങ്ങനെ കൊന്നു വന്നു. അസുരന്മാര് ഒക്കെ കുറഞ്ഞു, സംഖ്യ കുറഞ്ഞു. മഹാബലിയൊക്കെ വീണു, ബോധമില്ലാതെ കിടക്കുകയാണ് അവിടെ അങ്ങനെ. അപ്പം ഇത് കണ്ടപ്പോൾ ഭഗവാൻ ബ്രഹ്മാവ് തൻ്റെ പുത്രനായിട്ടുള്ള നാരദനെ പറഞ്ഞേക്കാണ്, ഈ അസുരന്മാര് അസുരവംശം ഇല്ലാണ്ട് ആവാൻ പാടില്ല. സാധാരണ നമ്മൾക്ക് അങ്ങനെ ചിന്ത പാടില്ല എന്നാണ്. നമ്മൾ മാത്രമേ പാടുള്ളൂ, മറ്റുള്ളവരൊന്നും ഇവിടെ പാടില്ല എന്നുള്ള ചിന്ത പാടില്ല. ഈ ദേവന്മാര് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നിട്ടുള്ള ഈ അസുരന്മാരെ എങ്ങനെ നിഗ്രഹിക്കണം? അസുരന്മാരും വേണം. അതുകൊണ്ട് അസുരന്മാർക്ക് നാശം വരരുത് എന്ന് വിചാരിച്ചിട്ട് നാരദനെ പറഞ്ഞയക്കുകയാണ് അവിടേക്ക്. അപ്പം നാരദൻ വന്നിട്ട് പറയാണ് ആ ഭഗവാനോട്, മറ്റുള്ള ദേവന്മാരോടൊക്കെ പറയാണ്, നിങ്ങൾ യുദ്ധം മതിയാക്കൂ, യുദ്ധം ചെയ്യരുത്, യുദ്ധം ചെയ്യുന്നത് ശരിയല്ല എന്നർത്ഥം. വാരയാമാസ വിബുധാൻ
ദേവന്മാരെയൊക്കെ ഭഗവാൻ തടഞ്ഞു, യുദ്ധം മതിയാക്കൂ എന്ന് പറഞ്ഞിട്ട്. എന്താ അങ്ങനെ പറയാൻ കാരണം? നിങ്ങൾക്ക് നാരായണ ഭുജാശ്രയൈ, നാരായണന്റെ പാദത്തെ ഭുജത്തെ ഒക്കെ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾക്കൊക്കെ അമൃതം കിട്ടി, അമൃതപാനം ചെയ്ത് സുഖമുള്ളവരായി. മാത്രമല്ല ശ്രിയാജയതിധ സർവേ, ലക്ഷ്മീദേവിയുടെ കടാക്ഷം കൊണ്ട് നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടായി. അതുകൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്മാറൂ എന്ന് പറഞ്ഞു. യുദ്ധത്തിൽ പിന്മാറൂന്ന് നാരദൻ വന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ആ നാരദന്റെ വാക്ക് ശരി തോന്നിയിട്ട് ദേവന്മാരെല്ലാവരും ആ വാക്കിനെ അനുസരിച്ചിട്ട് യുദ്ധത്തിൽ നിന്ന് പിന്മാറി സ്വർഗലോകത്തേക്ക് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് മനസ്സിലാക്കി തരണം. എന്താന്ന് വെച്ചാൽ നല്ലവരും ചീത്തവരും ഇവിടെ ഉണ്ടാവണം. നല്ലതുണ്ടായാലും ചീത്തയുണ്ടായാലും ചീത്തയിൽ നിന്നേ നല്ലത് വരാൻ സാധിക്കുള്ളൂ. ഈ പാലാഴി കടഞ്ഞപ്പോൾ ആദ്യം വന്നത് കാളകൂട വിഷമാണ്. ആ കാളകൂട വിഷത്തിൽ നിന്ന് പിന്നീട് 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 വന്ന അമൃതാണ്. ആ അമൃതാണ് പരമാനന്ദം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വിഷത്തിൽ നിന്നുള്ള യാത്ര തുടർന്ന് അമൃതത്തിലേക്കുള്ള പ്രയാണമാണ് മനുഷ്യന്റെ ധന്യജന്മം എന്ന് പറയുന്നത്. അപ്പോൾ ഈ എന്താ പറയുക, കഷ്ടപ്പാടിൽ നിന്ന് സുഖത്തിലേക്കുള്ള യാത്ര, ക്ലേശങ്ങളിൽ നിന്ന് സമ്പന്നതയിലേക്കുള്ള യാത്ര, അതാണ് മനുഷ്യജന്മം. അപ്പൊ ക്ലേശം എന്ന് വെച്ചാൽ ആ ക്ലേശങ്ങളെ ഭഗവാനെ പ്രാപിക്കലാണ് സമ്പന്നത, സന്തുഷ്ടി എന്നൊക്കെ പറയണത്. അതിലേക്ക് ഈ അമൃതം എന്ന് പറഞ്ഞാൽ അതാണ്. അല്ലാണ്ട് കഴിക്കാനുള്ള സ്വാദുള്ളൊരു വസ്തു എന്നല്ല അർത്ഥം. മരണത്തെ ജയിക്കാനുള്ള കഴിവ് എന്നർത്ഥം. മരണം ഒന്നും ഇല്ല എന്ന് തന്നെ ഭഗവാൻ പറഞ്ഞു. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. നമുക്കാർക്കും മരണമില്ല എന്നാ പറയണത്. എപ്പോ ഈ ശരീരത്തിൽ നിന്ന് മതിയായി തോന്നുന്നു അപ്പോൾ ഈ ശരീരം ഉപേക്ഷിക്കണമെന്നേ ഉള്ളൂ. നമ്മൾ വസ്ത്രം പഴയതുപേക്ഷിച്ചിട്ട് പുത്തൻ ധരിപ്പതുപോലെയത്രേ, ജീർണിച്ച ദേഹം ത്യജിച്ചു ദേഹി പൂർണ്ണം ധരിക്കുന്നു വേറെ ദേഹം. ഒരു ശരീരത്തിൽ നിന്ന് മതി തോന്നുമ്പോൾ ആ ജീവൻ ആ ശരീരത്തെ കൊണ്ട് ഉപേക്ഷിച്ച് വേറെ ശരീരത്തിൽ പോവുകയാണ്. അപ്പം മരണം എന്ന് പറഞ്ഞ ഒന്നില്ല. അതാണ് അമരത്വം എന്ന് പറഞ്ഞാൽ. നമ്മൾക്ക് മരണമില്ല എന്നുള്ള ചിന്ത, ആ ചിന്ത മനസ്സിലുണ്ടാവണം. നമ്മൾ ആരും മരിക്കണില്ല. മരണം എന്ന് പറയുന്നത് ഈ ലോകത്തോടുള്ള വിട പറയലൊന്നും അല്ല. നമ്മുടെ ആത്മാവ് അജോ നിത്യ ശാശ്വതോയം പുരാണ. ഈ ആത്മാവ് എന്ന് പറയുന്നത് അജനാണ്, ജന്മമില്ലാത്തതാണ്, ജനന മരണരഹിതനാണ് ആത്മാവ്. ശാശ്വതനാണ്, എന്ന് നിൽക്കുന്നവനാണ്, പുരാണനാണ്, എന്നോ ഉണ്ടായവനാണ്. നഹന്യതേ ഹന്യമാനേ ശരീരേ, ശരീരം നശിച്ചാലും നശിക്കാത്തതാണ് ആത്മാവ്. അതുകൊണ്ട് ആ ശരീരം ആ അമൃതത്തിലേക്ക് നയിക്കലാണ് ഈ കഥയുടെയൊക്കെ പ്രധാന ലക്ഷ്യം എന്നർത്ഥം. അങ്ങനെ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയപ്പോൾ അസുരന്മാർ ഈ നാരദനോട് പറയാണ്, ഞങ്ങൾ ഈ മൃതശരീരങ്ങളും ഒക്കെ എടുത്തു കൊണ്ടുപോട്ടെ ചോദിച്ചു. അങ്ങനെ നാരദൻ്റെ അനുവാദത്തോടു കൂടിയിട്ട് ഈ അസുര ശരീരം അപകടങ്ങളൊക്കെ പറ്റി, കയ്യും കാലൊക്കെ മുറിഞ്ഞ് വേർപ്പെട്ടിട്ടില്ല, കയ്യും കാലും മുറിഞ്ഞ് ശിരസ് ഇങ്ങനെ വെട്ടുപോയിട്ടില്ല, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എടുത്തു കൊണ്ടുപോയി അസ്താചലം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ചെന്നു. അവിടെ ശുക്രാചാര്യരുണ്ട്. ആ ശുക്രാചാര്യ മൃതസഞ്ജീവനി മന്ത്രം കൊണ്ട് ഈ അസുരന്മാരെയൊക്കെ ജീവിപ്പിച്ചു എന്നാണ്. അപ്പോൾ ആ ശുക്രാചാര്യരുടെ സ്പർശം കൊണ്ട് തന്നെ ബലിയുടെ ആ എല്ലാ രോഗങ്ങളെ പൂർവാധികം ആരോഗ്യം ശക്തിയും വീണ്ടെടുത്തു, ബുദ്ധിശക്തിയും വർദ്ധിച്ചു എന്നാണ്. അപ്പോൾ ബുദ്ധിശക്തി വർദ്ധിച്ചപ്പോൾ മഹാബലി ചിന്തിച്ചു അത്രേ, ഈ യുദ്ധത്തിൽ തോറ്റതിൽ അദ്ദേഹത്തിന് വിഷമമൊന്നും തോന്നിയില്ല എന്നാണ് പറയുന്നത്. എന്താ കാരണം? യുദ്ധത്തിലെ അപജയങ്ങളൊന്നും സ്വായത്തങ്ങളല്ല, അവരോട് വരുത്തിക്കുന്നതല്ല, ഒക്കെ ദൈവായത്തങ്ങളാണ്. അപ്പോൾ ഭഗവാനുള്ള വിശ്വാസം വന്നത് മഹാബലിക്ക്. അപ്പോൾ പറയുകയാണ്, ദൈവായത്തങ്ങളാണ് ഇതൊക്കെ, നമ്മൾ വരുത്തി തീർക്കുന്നതല്ല എന്ന് മഹാബലിക്കൊരു ഉത്തമ വിശ്വാസം വന്നു എന്നർത്ഥം. അപ്പോൾ ഈ ഉത്തമ വിശ്വാസം ഉണ്ടാവാൻ എന്താണ് നമ്മൾക്ക് വേണ്ടത്? നമ്മുടെ ഉള്ളിൽ വേണ്ടത് എന്താണ്? ഭക്തിയാണ് വേണ്ടത്. ഭക്തി എന്ന് വെച്ചാൽ സ്നേഹമാണ്, ഭഗവാനോടുള്ള അകൈതവമായ സ്നേഹം. അതെങ്ങനെയാണ് നമുക്കുണ്ടാവുക? ഭക്തി എന്ന് പേരിങ്ങനെ പറഞ്ഞാൽ പോരാ, എങ്ങനെ ആ ഭക്തി ഉണ്ടാവും? ഭക്തി സജ്ജന സംഘമാത്ര സുലഭ തത്വാർത്ഥബോധപ്രദ. സജ്ജന സംസർഗം കൊണ്ട് മാത്രമേ നമുക്ക് ഭക്തി ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ആരാ സജ്ജനങ്ങൾ? സജ്ജനങ്ങൾ ആരാന്ന് നമുക്ക് തിരിച്ചറിയണ്ടേ?
സജ്ജനങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് സജ്ജനങ്ങൾ ആരാന്നറിയില്ല. ആരാ സജ്ജനങ്ങൾ? മനസ്സി വചസി കായേ പുണ്യ പീയൂഷ പൂർണാഹ ത്രിഭുവനമുപകാര ശ്രേണിഭിപ്രീണയന്തഃ പരഗുണ പരമാണോൻ പർവ്വതീകൃത്യ നിത്യം നിജഹൃദി വികസന്തഃ സന്തഃ. സജ്ജനങ്ങൾ എങ്ങനെയുള്ളവരാ? മനസ്സി വചസി കായേ, മനസ്സിലും വാക്കിലും പ്രവൃത്തിയിലും പുണ്യപീയൂഷ പൂർണാഹ, പുണ്യമാകുന്ന അമൃത് നിറച്ചവരാണ് സജ്ജനങ്ങൾ. എന്ന് വെച്ചാൽ എപ്പോഴും കേട്ടിട്ടില്ലേ, ഇവിടെ ഒരു പ്രാർത്ഥന നമ്മുടെ ഒരു ചൊല്ലാറുണ്ട്, നല്ല വാക്ക് ചൊല്ലണം നന്മ ചെയ്തു വാഴണം എന്ന് കേട്ടിട്ടുണ്ടല്ലോ. നല്ല വാക്ക് പറയണം. അപ്പം ഈ നല്ല വാക്ക് പറയുന്നത് പൊതുവെ ഇന്നത്തെ തലമുറകൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. നല്ല വാക്ക് പറഞ്ഞാലേ, നല്ല വാക്ക് പറഞ്ഞാൽ അതൊക്കെ അശുഭമായിട്ടേ തോന്നുള്ളൂ. അതാണ് ഈ കലികാലത്തിലെ ഇന്നത്തെ ആൾക്കാരുടെ പ്രത്യേകത. അതുകൊണ്ട് ഈ ഭക്തിയെക്കുറിച്ചും ഭക്തി ഉണ്ടാകേണ്ട സന്ദർഭത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കേണ്ടത് ആരാണ്? കുട്ടികളാണ്. പ്രഹ്ലാദൻ അതാ പറഞ്ഞു കൊടുത്തത്, കൗമാര ആചരേത് പ്രാജ്ഞഃ എന്നാണ്. കുട്ടിക്കാലത്ത് തുടങ്ങണം ഈശ്വരനോടുള്ള ഭക്തി എന്നാ. എന്നാലേ അത് വളർന്ന് 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 നമ്മൾ എത്ര ആ കുട്ടിക്കാലത്ത് ശീലിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് അത് പോവില്ല. ഏത് അവസ്ഥയിൽ ചെന്നാലും, പല പല കഷ്ടപ്പാടിലോ അല്ലെങ്കിൽ സുഖത്തിലോ പോയാലും ആ ഒരു തരി, ആ ഒരു ദീപം, ആ ഒരു പ്രകാശം നമ്മൾ ആ കുട്ടിയുടെ ഉള്ളിലുണ്ടാവും എന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് എല്ലാ അച്ഛനമ്മമാരും ഈ കുട്ടികളിലൂടെ, സ്വന്തം കുട്ടികളിലൂടെ, പലരും പറയും അവരൊന്നും പറഞ്ഞാൽ കേൾക്കില്ല, നേരം വിളിച്ചാൽ എഴുന്നേൽക്കില്ല എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. എനിക്കെങ്ങനെയാണ് പരിചയം വെച്ചാൽ, ഞങ്ങളുടെ അമ്പലത്തിൽ ഭഗവത്ഗീത ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ 10-30 കുട്ടികളുണ്ട്. അപ്പോൾ ഞാൻ പിന്നെയും കുട്ടികളെ വരാൻ വേണ്ടി പറഞ്ഞാൽ പറയും നേരം വിളിച്ചാൽ ഒന്നും അവർ എഴുന്നേൽക്കില്ല എന്നേ, പിന്നെ ട്യൂഷന് പോകണ്ട്, ഇങ്ങനെയൊക്കെയാണ് അവർ പറയുക. അപ്പോൾ അതുപോലെ പ്രാധാന്യം ഇതിനും കൊടുക്കണം. കാരണം സദാചാരം, നമ്മുടെ ഭാരതീയ പൈതൃകം, ഭാരതീയത്തിൻ്റെതായിട്ടുള്ള ഒരു പുണ്യ എന്താ പറയുക, പുണ്യ നില, ആ പുണ്യമായിരിക്കുന്ന ആ സത്വം അത് നമുക്ക് കുട്ടികൾക്ക് പ്രദാനം ചെയ്യാൻ, കുട്ടികളിലൂടെ വളർത്താൻ അച്ഛനമ്മമാർ ശ്രദ്ധിക്കണം എന്ന് എനിക്ക് ഒരു അഭിപ്രായം പറയുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക്, ഈ കഥ പറയുന്ന ഇടയ്ക്ക്. കാരണം ഈ ഭക്തിയെ സ്ഥിരമായിട്ട് നിൽക്കുള്ളൂ. ഈ ഭക്തി നിൽക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗം ഉണ്ടാവണം. ആ സജ്ജന സംസർഗത്തിലൂടെ നമുക്ക് ഭക്തി വന്നാൽ, ഈ ഭക്തി എങ്ങനെയാ? ഭക്തിയുള്ള ആൾക്കാർ ഭഗവാന്റെ നാമകീർത്തനങ്ങൾ, ഭഗവാന്റെ കഥകൾ അതൊക്കെ ഇങ്ങനെ പറയുക, കീർത്തനം ചെയ്യുന്നതൊക്കെ ഇങ്ങനെ കേൾക്കുക. കേട്ട് കുറേ കേൾക്കുമ്പോൾ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, ഇതൊക്കെ പല പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും അതിനെ മനസ്സിനോട് ഉറപ്പിക്കുക, കേൾക്കുക, കേട്ട് അതിനെ മനസ്സിൽ ഉറപ്പിക്കുക. ഭഗവാന്റെ രൂപം ഇങ്ങനെ മനസ്സിൽ കാണുക. അങ്ങനെ കണ്ട് എളുപ്പം പറ്റില്ല. എന്നാലും ഭഗവാൻ പറയണത് സാവധാനായാലും ഞാൻ നിങ്ങളെ നോക്കിക്കോളാം. എന്താ? സർവധർമാൻ പരിത്യജ്യം ആമേകം ശരണം വ്രജ എന്നാ പറഞ്ഞ്, അഹം ത്വാം സർവഭാവേഭ്യോ മോക്ഷയിഷ്യാമി എന്നാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെല്ലാതും എന്നിൽ അർപ്പിച്ച് ചെയ്തോളൂ, നിന്നെ ഞാൻ എല്ലാ പാപത്തിൽ നിന്നും മോചിപ്പിച്ചോളാം എന്ന് ഉറപ്പാ, ഗ്യാരണ്ടി തരാണ് ഭഗവാൻ. ഇങ്ങനെ പറയുന്ന ഭഗവാനെ ഭജിക്കാതിരിക്കുന്നത് എന്തിനാ? ഭഗവാനെ ഭജിക്കലാണ് നമ്മുടെ ധർമ്മം. കാരണം ആ വിഷത്തിൽ നിന്ന് അമൃതത്തിലേക്ക് എത്തണമെങ്കിൽ ഭഗവത് ഭക്തി വേണം, അതിന് സജ്ജന സംസർഗം വേണം. ആ സജ്ജനങ്ങളെ തിരിച്ചറിയാനുള്ള വഴിയാണ് നല്ല വാക്ക്, നല്ല പ്രവൃത്തി, നല്ല രീതിയിലുള്ള ജീവിതം, സദാചാരത്തോടെ നിഷ്ഠ, സത്വഗുണത്തോടുള്ള ആഭിമുഖ്യം. ഇതൊക്കെയാണ് സജ്ജനങ്ങളുടെ ലക്ഷണം. ആ സജ്ജനങ്ങളെ കണ്ട് അവരിൽ നിന്ന് നമ്മൾ കേട്ട് മനസ്സിലാക്കിയ ഭക്തി വളർന്നു കഴിഞ്ഞാൽ നമുക്കറിയാതെ ജ്ഞാനം ഉണ്ടാവും. എന്താണ് ജ്ഞാനം? സർവഭൂതേഷു, എല്ലാ ജീവജാലങ്ങളിലും ഭഗവാനുണ്ട്, പക്ഷെ കാണണില്ല. എന്താ കാരണം? സൂക്ഷ്മ രൂപത്തിലാണ്. ഈ സൂക്ഷ്മം ഒരു അണു എന്ന് വെച്ചാൽ, പരമാണു വെച്ചാൽ നമുക്ക് അതിനെ കാണാൻ പറ്റില്ല, അതിന് ഭൂത കണ്ണാടിയൊക്കെ വയ്ക്കണം. എന്നാലോ ഈ സൂക്ഷ്മ ചൈതന്യം നമ്മളിലുണ്ട് എന്നുള്ളൊരു തെളിവാണ് നമുക്കിങ്ങനെ ഈ കണ്ണുകൊണ്ട് എല്ലാവരും ദർശിക്കാനും, ഈ കൈ ഇങ്ങനെ ഇളക്കി നാവുകൊണ്ട് സംസാരിക്കാനും, നടക്കാനും, ഭക്ഷണമെടുത്ത് വായിലേക്ക് ഇങ്ങനെ കൊടുക്കാനും, അതിങ്ങനെ ദഹിപ്പിക്കാനും. അതല്ലേ ഭഗവത്ഗീതയിൽ ഇന്നലെ ചൊല്ലിയില്ലേ, അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിത എന്ന് പറഞ്ഞത്. അപ്പൊ എല്ലായിടത്തും ഭഗവാനുണ്ട്, പക്ഷെ കാണണില്ല. എന്തുകൊണ്ട്? ഈ ജ്ഞാനമില്ലാത്തതുകൊണ്ട്. അപ്പൊ ഈ ഭക്തി വർദ്ധിച്ചു നമുക്ക് അറിയാതെ ഭഗവാനെ കുറിച്ച് അറിഞ്ഞ് ആ ജ്ഞാനം നമുക്കുണ്ടാവും. ആ ജ്ഞാനത്തിലൂടെ നമുക്ക് മെല്ലെ ഈ ജീവിതത്തോട് തന്നെ ഒരു വിരക്തി വരും. എന്താണ് ഈ ജീവിതം എന്ന് വെച്ചാൽ, നമ്മൾ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? ഓരോരുത്തരോട് ചോദിച്ചാൽ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ കുട്ടി, എനിക്കൊരു വീടുണ്ടാക്കാൻ, ഇങ്ങനെയുള്ള എൻ്റെ എന്നുള്ളൊരു ചിന്തയാണ് എല്ലാവർക്കും.
അപ്പൊ ഇത് എൻ്റെ എന്നുള്ള ചിന്തയില്ലാതെ ഇപ്പം നമ്മുടെ ജീവൻ, നമ്മുടെ സ്വത്ത്, നമ്മുടെ എല്ലാ മനസ്സ്, ഇന്ദ്രിയങ്ങൾ എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കാതെ സമഭാവനയോട് കൂടിയിട്ട് ഇതെല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ സഫലമായി തീരും എന്നാണ് പറയുന്നത്. വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചെയ്യുന്നതെല്ലാം ഭഗവത്പരമായിട്ട് ഭഗവാന് സമർപ്പിച്ച് ചെയ്താൽ അതൊക്കെ ഭഗവാന് ഇഷ്ടമാകും. അതുകൊണ്ട് ഭഗവത് അനുഗ്രഹം ഉണ്ടാകും എന്നറിയിലാണ് ജ്ഞാനം. ആ ജ്ഞാനത്തിലൂടെ നമുക്ക് ഇതൊക്കെ ക്ഷയിക്കുന്നതാണ്. സ്ഥിരമായി നിൽക്കുന്നത് ഈശ്വര ചൈതന്യം, ആ പരമാത്മാവ്, പരമ്പൊരുള്, അദ്ദേഹം മാത്രമേ സ്ഥിരമായിട്ടുള്ളൂ. നമ്മളൊക്കെ നശ്വരമാണ്. അനശ്വരനായിരിക്കുന്ന ആ ഭഗവത് ചൈതന്യത്തെ അറിഞ്ഞു ജീവിക്കണം. അങ്ങനെ അറിഞ്ഞു ജീവിക്കുന്ന ഒരാള് അദ്വേഷ്ട സർവഭൂതാന മൈത്രകരുണ ഏവച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമീ. അങ്ങനെ ഒരു ഭക്തന്, ജ്ഞാനിയായിട്ടുള്ള ഒരു ഭക്തൻ എങ്ങനെയായിരിക്കും? ഒരു ജീവികളോടും ദേഷ്യം ഉണ്ടാവില്ല. അദ്വേഷ്ട സർവഭൂതാന മൈത്ര, എല്ലാ ജീവജാലങ്ങളും മൈത്രി, മിത്രഭാവത്തിലാണ് എല്ലാ ജീവജാലങ്ങളോടും നമുക്ക് തോന്നുക. പിന്നെയോ കാരുണ്യം, ദയ, പിന്നെ നിർമ്മമ. ഇതൊന്നും എൻ്റെ അല്ല. നമ്മളെ എപ്പോൾ പരിചയപ്പെടുത്തുന്നത് ഇതെൻ്റെ മകൻ, ഇതെൻ്റെ വീട്, ഇതെൻ്റെ പേന, എൻ്റെ പുസ്തകം, അങ്ങനെ പറയാം. എൻ്റെ നിർമ്മമ. മമ ഇതൊന്നും എൻ്റെ അല്ല, ഭഗവാൻ തന്നില്ല, ഇതൊന്നും എൻ്റെ ആവില്ല. അപ്പം ഞാൻ തന്നെയാണ് ഒക്കെ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഭഗവാൻ തന്നെയാണ് എല്ലാം എന്ന് അങ്ങനെ ചിന്തിക്കണം. അങ്ങനെ എല്ലാം നിരഹങ്കാരനായിട്ട് അഹം അഹം എന്ന ഭാവമില്ലാതെ, അഹങ്കാരമില്ലാതെ സമദുഃഖ സുഖക്ഷമി. സുഖവും ദുഃഖവും വന്നാൽ അത് സമമാണ്. കാരണം രാത്രിയും പകലും വന്നു പോകുന്നത് പോലെ സുഖം ദുഃഖം വന്നും പോയി ഇരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി ക്ഷമയോടുകൂടി ജീവിക്കാൻ കഴിയുന്നവനാണ് ഉത്തമ ഭക്തൻ എന്ന് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും, എൻ്റെ അഭിപ്രായത്തിൽ കുട്ടികളിലൂടെ ഈ ഉത്തമ ഭക്തി വളർത്തിയെടുക്കാൻ എല്ലാവരും പ്രയത്നിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഭാരതീയ പൈതൃകം അത്ര മഹത്വമേറിയതാണ്. നമ്മുടെ ആ പുരാതനമായ പൈതൃകത്തെ നിലനിർത്താൻ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് പറയണം. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. എല്ലാ സജ്ജനങ്ങളുടെ പാദത്തിലും ഭഗവാന്റെ പാദത്തിലും. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ആത്മാ ത്വം ഗിരിജാമതി സഹചരാ പ്രാണ ശരീരം ഗൃഹം പൂജാ തേ വിഷയോപഭോഗരചന നിദ്രാ സമാധിസ്ഥിതിഃ സഞ്ചാരപദയോഃ പ്രദക്ഷിണവിധി സ്തോത്രാണി സർവാ ഗിരോ യദ്യത് കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാധം വിഹിതമവിഹിതം വാ സർവമേതക്ഷമസ്വ ശിവ ശിവ കരുണാബ്ധേ ശ്രീമഹാദേവ ശംഭോ. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാപ്രഭോ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.